നമസ്കാരം. മാർക്ഫിളുടെ ഇടിയേറ്റ് തെറിച്ച ആ ഊടി വീണെടുത്തുനിന്ന് ചാടി എണീറ്റു. അയാളുടെ ആ വലം കൈയിലേക്ക് സൂക്ഷിച്ച് നോക്കി പോവുകയാണ്. ശരിക്കും ആ കയ്യിൽ നിന്ന് ചോര ഇറ്റ് വീഴുന്നുണ്ട്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളെപ്പോലെ ട്രിബുലേഷൻ ലെവലിലെ ഒരാളെ ആ ഫോർത്ത് ലെവലുകാരൻ ഇടിച്ചു തെറിപ്പിച്ചു വന്നു. മാർക്ഫെല്ല ഈ സമയത്ത് ഉപയോഗിച്ചത് ഇമ്മോർട്ടൽ എംപറർ ലീയുടെ ബ്ലാക്ക് തണ്ടറും പർപ്പിൾ തണ്ടറും ഒരുമിച്ചാണ്. ശരിക്കും ബ്ലാക്ക് തണ്ടറും പർപ്പിൾ തണ്ടറും ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മാർക്ക് തീരെ കരുതിയിരുന്നല്ല. ആ നിമിഷത്തിൽ മാർക്ക് ആ ഇമ്മോർട്ടൽ എംപറർ ലീയുടെ ആ ഇമ്മോർട്ടൽ സ്ക്രിപ്ചറിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മാർക്കിന് ആ ഇമ്മോർട്ടൽ എംപറർ ലീ ഹാൻഡ് ഓവർ ചെയ്ത ആ അറിവും സംയുക്തമായി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു ശ്രമം നടത്തിയതാണ്. അത് ഫലപ്പെട്ടു. ഒരു ആക്ഷൻ ഒരു അറിവിലൂടെ മാർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ആ അറിവ് ഏതാണ്ട് പൂർണ്ണമായും സ്വയത്തമാക്കുമെന്നതാണ് മാർക്കിന്റെ ഒരു രീതി. മാർക്കിന്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുകയാണ്, ഒരു കോൺഫിഡൻസ്. തനിക്കിതാ പർപ്പിൾ തണ്ടറും ബ്ലാക്ക് തണ്ടറും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുകയാണ്. അങ്ങനെ മാർക്കിന് തോന്നിയ ആ നിമിഷത്തിൽ മാർക്കിന്റെ തൊട്ടു മുന്നിൽ ഊടി ഒരു വല്ലാത്ത രൂപമായി അങ്ങ് മാറിക്കഴിഞ്ഞു. ഊടി ആൻസസ്റ്ററെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ശരിക്കും ആൻസസ്റ്ററെ ഊടി തന്റെ ബോഡിയിലേക്ക് ആവാഹിച്ചു എന്ന് പറയാം. അതിന്റെ ഫലമായി ഊടി അങ്ങ് ആകെ രൂപം മാറുകയാണ്. ഏകദേശം 2 മീറ്ററിലധികം പൊക്കമുള്ള ഒരു കൂറ്റൻ മനുഷ്യനായിട്ട് പെട്ടെന്ന് ഊടി അങ്ങ് മാറി. നല്ല പൊക്കമുള്ള ആ മനുഷ്യന്റെ ബോഡിയിൽ തൊലിയും എല്ലും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. പക്ഷെ അയാളുടെ ശക്തി ആ ബോഡിയിലേക്ക് നോക്കുന്ന ആർക്കും ബോധ്യമാവും. ആ ആൻസസ്റ്ററിന്റെ രൂപത്തിലേക്ക് ഊടി എങ്ങനെ മാറിയതും ഊടിയുടെ ബോഡിക്ക് ചുറ്റുമായിട്ട് ഒരു പ്രകാശം എങ്ങനെ ഉണ്ടായി വരികയാണ്. ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഓറ ഊടിക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് പഴക്കമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മണമുണ്ടല്ലോ, ഒരു പഴയ മണം. ആ മണം പതുക്കെ പതുക്കെ ആ ഊടിയുടെ ബോഡിക്ക് ചുറ്റുമായി ഉണ്ടാകുകയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആ ആൻസസ്റ്ററെ ഊടി വിളിച്ചു വരുത്തിയെന്ന് മാത്രമല്ല, ആ ആൻസസ്റ്റർ ബോഡിയും ഊടിയുടെ ബോഡിയും കൂടി സംയോജിപ്പിച്ചിരിക്കുകയാണ്. ആ ആൻസസ്റ്റർ യഥാർത്ഥത്തിൽ ഊടിയെ പോലെയല്ല, ട്രിബുലേഷൻ ലെവലിൽ 3rd ലെവലിലെത്തിയ വ്യക്തിയാണ്. ട്രിബുലേഷൻ ലെവലിൽ 2ാമത്തെ ലെവലിനെ വിളിക്കുക സോൾ സ്റ്റാച്യു ലെവൽ എന്നാണ്. ആത്മാവ് ഒരു പ്രതിമ പോലെ ആകുന്ന ഒരു ഘട്ടമാണ് ട്രിബുലേഷൻ 2nd ലെവൽ. ആ 2nd ലെവലിലെ ആ പ്രതിമ ഒരു നദിയിൽ മുങ്ങുന്ന ആ സമയമാണ് ട്രിബുലേഷൻ 3rd ലെവൽ. നദി എന്ന് ഉദ്ദേശിക്കുന്നത് പാത്ത് ഓഫ് ഹെവൻ ആണ്. പാത്ത് ഓഫ് ഹെവൻ ഒരു നദി പോലെ അങ്ങ് പരന്നു കിടക്കും. ആ നദിയിൽ ഓരോരുത്തരും അവരുടെ ആ സോളിനെ ഒരു പ്രതിമ പോലെ ആക്കിയതിന് ശേഷം ആ പ്രതിമയെ ആ നദിയിലേക്ക് അങ്ങ് മുക്കും, അല്ലെങ്കിൽ ആ പ്രതിമയായി ആ വ്യക്തി അങ്ങ് നദിയിൽ മുങ്ങും. ആ നദിയിൽ മുങ്ങി ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അമാനുഷികമായ ഒരു കപ്പാസിറ്റി അവർക്കുണ്ടാവും. ആ ലെവലിലുള്ള ആളെയാണ് 3rd ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ വ്യക്തി എന്ന് പറയുന്നത്. ഇവിടെ ആ ആൻസിസ്റ്റർ ശരിക്കൊരു ട്രിബുലേഷൻ 3rd ലെവൽ യോദ്ധാവാണ്. ആ 3rd ലെവൽ യോദ്ധാവിന്റെ പവറാണ് ഇവിടെ ഇതാ ഊടി കടം കൊണ്ടിരിക്കുന്നത്. ഊടി ആ കടം കൊണ്ട ശക്തിയുമായി പെട്ടെന്ന് ആകാശത്തേക്ക് ഒന്ന് കുതിച്ചു. ആകാശത്തേക്ക് കുതിച്ച ഊടി പെട്ടെന്നാണ് ഫുട്ബോൾ കളിക്കാരന്റെ മെയ് വഴക്കത്തോടെ ഒരു റൗണ്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും അയാൾ കറങ്ങി കാലുകൊണ്ട് ഒരു അടിയാടി. അയാൾ അടിച്ചത് മാർക്ഫിളുടെ തല ലക്ഷ്യമാക്കിയാണ്. ആ അടി മാർക്കിന്റെ തലയെ പതിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ തല ആ ബോഡിയിൽ നിന്ന് ഇളകി ദൂരേക്ക് തെറിക്കണം. അതാണ് അതിന്റെ രീതി. അങ്ങനെ ആ വിശ്വാസത്തോടെ ഊടി ഒന്ന് കറങ്ങി ഒരു ഫുട്ബോൾ തട്ടുന്ന പോലെ മാർക്ഫിളുടെ തലയിൽ ആഞ്ഞൊന്ന് അടിച്ചു. മാർക്കിന് ഒഴിയാൻ കഴിയുമ്പോൾ ആ അടി മാർക്കിന്റെ പുറത്ത് വീണു എന്നതാണ് സത്യം. മാർക്ക് തെറിച്ചു. ശരിക്കും മാർക്കിന്റെ ബാലൻസിനെ തെറ്റിച്ചുകൊണ്ടാണ് ആ അടി ഊടിയുടെ കാലിൽ നിന്ന് മാർക്കിന്റെ പുറത്ത് വീണത്. മാർക്ക് തെറിച്ചു എന്ന് മാത്രമല്ല, ഒത്തിരി ദൂരേക്ക് ചെന്ന് വീഴുകയും ചെയ്തു. അവിടേക്ക് വീണ ആ നിമിഷത്തിൽ മാർക്കും ഊടിയും ഒരുപോലെ അത്ഭുതപ്പെടുകയാണ്. മാർക്ക് അറിയാതെ പറഞ്ഞു പോവുകയാണ്, ട്രിബുലേഷൻ 3rd ലെവലുകാരന് വല്ലാത്ത പവറാണല്ലോ. അങ്ങനെ മാർക്ക് പറയുമ്പോൾ ഊടിയുടെ ബോഡിയിലുള്ള ആ ആൻസസ്റ്ററും ഒരുപോലെ അത്ഭുതപ്പെട്ടു എന്ന് പറയാം. സാധാരണഗതിയിൽ ആ ലെവലിലുള്ള ഒരാള് കൈയൊന്ന് ഞൊടിച്ചാൽ ഒരു 4th ലെവൽ ട്രൂ സെയിന്റ് തീരണം. ഇവിടെ ആ 4th ലെവൽ ട്രൂ സെയിന്റ് ദൂരേക്ക് തെറിച്ചു വീണിട്ടും അയാൾക്ക് വലിയ പരിക്കൊന്നുമില്ല. മാർക്ഫിളിന്റെ ബോഡിയിലേക്ക് തന്നെ വല്ലാത്തൊരു അമ്പരപ്പോടെ അറിയാതെ നോക്കി പോവുകയാണ് ഊടി. ഊടി മാത്രമല്ല, യഥാർത്ഥത്തിൽ ടിയാൻ മോങ്ങും അതുപോലെ ചാങ് ചൂഡും ഒക്കെ ആ
രംഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജി ഊം ജി മായും എന്ന് വേണ്ട സകല ജി കുടുംബക്കാർക്കും വല്ലാത്തൊരു അത്ഭുതം. അവർക്കറിയാം ആ ആൻസസ്റ്റർ പവർ എന്താണെന്ന്. ആ ആൻസസ്റ്റർ പവറിനെ മാർക്ക് ഫെല്ലർ ഇത് അനായാസമായി നേരിട്ടിരിക്കുന്നു. മാർക്ക് ഫെല്ലർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ഗുരുതരമായ പരിക്കുകളല്ല മാർക്ക് ഏറ്റിരിക്കുന്നതെന്ന് മാർക്ക് അവിടെ എണീറ്റ് നിൽക്കുന്നത് കണ്ട ഊടിക്ക് മനസ്സിലായി. ഊടിയുടെ കണ്ണുകൾ പെട്ടെന്ന് അവിടെയുള്ള സുപ്രീം എൽഡേഴ്സിന്റെ നേരെ തിരിഞ്ഞു. ഈ സുപ്രീം എൽഡർമാരിൽ ഏറ്റവും സീനിയർ സുപ്രീം എൽഡർ എന്ന് പറയുന്നത് ആ ടിയാൻ മോങ് ആണ്. ടിയാൻ മോങ്ങും ചാൻചൂടും അടുത്തടുത്ത് നിൽക്കുകയാണ്. അവരുടെ പുറകിലുള്ള സുപ്രീം എൽഡേഴ്സിന്റെ കണ്ണുകളുമായിട്ടാണ് ഊടിയുടെ കണ്ണുകൾ ഒന്ന് ഇടഞ്ഞത്. ഊടി മുന്നോട്ട് കുതിച്ചപ്പോൾ ആ സുപ്രീം എൽഡേഴ്സും മുന്നോട്ട് കുതിച്ചു. ഒരു ഡസനോളം ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാക്കളും അതുപോലെ തന്നെ ട്രൂ സെയിന്റുകളിലെ 9th ലെവലിൽ നിൽക്കുന്ന ആളുകളും മുന്നോട്ട് ഒരുമിച്ച് കുതിച്ചു. മാർക്ക് ഫെല്ലർ അവർക്ക് ആദ്യം ഒരു തമാശയായിരുന്നു, ഇപ്പോ അതൊരു സീരിയസ് വിഷയമായി മാറുകയാണ്. മാർക്ക് ആ ആൻസസ്റ്ററുടെ കിക്ക് തടുത്തത് അവരെ വളരെ അമ്പരപ്പിക്കുകയും അതേസമയം ദേഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അനവധി ആളുകൾ മുന്നോട്ട് കുതിച്ചു വരുന്നത് ഇതിനിടയിൽ മാർക്ക് ഫെല്ലറെ കണ്ടു. മാർക്കിന് നേരെ മുന്നോട്ട് കുതിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ ശൈലിയിലുള്ള ഡിവൈൻ വെപ്പണുകളുമുണ്ട്. ചിലരൊക്കെ ഡിവൈൻ വെപ്പണുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും ആ ഡിവൈൻ വെപ്പണുകളുമായി മാർക്കിനെതിരെ കുതിച്ചിരിക്കുകയുമാണ്. എന്നാൽ ചിലർ അവരുടെ ആ കൈക്കരുത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് മാർക്കിനെതിരെ ഓടി അടുക്കുന്നത്. ഓടി അടുക്കുക എന്ന് പറഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോഴേക്കും അവര് മാർക്കിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അത്ര വേഗത അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ആ വേഗത്തിൽ കുതിക്കുന്ന ആളുകളൊക്കെയും ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാക്കളാണ്. ഫസ്റ്റ് ലെവലിലും സെക്കൻഡ് ലെവലിലുമുള്ള ആ യോദ്ധാക്കൾ മുന്നോട്ട് കുതിക്കുമ്പോൾ മാർക്ക് അന്ന് ആ ബ്ലാക്ക് കുടുംബത്തിലെ മലയ്ക്ക് മുകളിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തപ്പോൾ പരിചയപ്പെട്ട പാത്ത് ഓഫ് ഹെവന്റെ ഉള്ളിൽ വെച്ച് കണ്ട ആ പ്രിമോഡിയൽ റൂളിനെ ആക്ടിവേറ്റ് ചെയ്തു. ശരിക്കും എല്ലാ നിയമങ്ങളും ആ റൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അന്ന് മാർക്ക് കണ്ടതാണ്. മാർക്കിന്റെ സോളിനെ ആ പാത്ത് ഓഫ് ഹെവൻ വഴി അങ്ങനെ അയച്ചയച്ച് അവസാനം ആ പടിക്കെട്ടുകൾ കയറി ആ സ്റ്റാച്യുവിന്റെ അടുത്തെത്തിയിരുന്നു. ആ സ്റ്റാച്യുവിന്റെ ചുറ്റും മാർക്ക് പരതുമ്പോഴാണ് ഒരു നിയമത്തിന് ചുറ്റുമായി എല്ലാ നിയമങ്ങളും സഞ്ചരിക്കും പോലെ മാർക്കിന് തോന്നിയത്. മാർക്ക് പഠിച്ചതും വായിച്ചതും കണ്ടതും കേട്ടതുമായ എല്ലാ നിയമങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ എല്ലാ നിയമങ്ങൾക്കും ഒരു കേന്ദ്ര ബിന്ദുവുണ്ട്. ആ കേന്ദ്ര ബിന്ദുവിൽ നിന്നാണ് എല്ലാ നിയമങ്ങൾക്കും ആവശ്യമായ ഊർജം ലഭിക്കുന്നതെന്ന് അല്ലെങ്കിൽ അറിവ് ലഭിക്കുന്നതെന്ന് ഒരു തോന്നൽ അന്ന് മാർക്ക് ഉണ്ടായിരുന്നു. മാർക്ക് ആ റൂള് ശരിക്കും അന്ന് കാര്യമായി ഉൾക്കൊണ്ടിരുന്നു. മാർക്ക് പെട്ടെന്ന് ആ റൂളിൽ നിന്ന് മാർക്ക് പഠിച്ചിടത്തോളം ഭാഗം അതിവേഗം മനസ്സിലേക്ക് ഗ്രഹിച്ചിട്ട് പെട്ടെന്ന് മാർക്കിന് ചുറ്റുമായി ഒരു സ്പേസ് സൃഷ്ടിച്ചു. ഒരു സിംഗുലാരിറ്റി സ്പേസ് എന്ന് പറയും. ശരിക്കും വളരെ നേർത്ത കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു പ്രതലമാണ് മാർക്ക് സൃഷ്ടിച്ചത്. ആ പ്രതലത്തിന് ചുറ്റുമായി അടുത്ത പ്രതലം, അതിന് ചുറ്റുമായി അടുത്ത പ്രതലം. കണ്ണടച്ച് തുറക്കും മുമ്പ് 10,000-കണക്കിന് പ്രതലങ്ങൾ മാർക്കിന് ചുറ്റുമുണ്ടായി. മാർക്കിന്റെ ചുറ്റുമുള്ള ആ അന്തരീക്ഷത്തെ 10,000 ചെറു അന്തരീക്ഷങ്ങളായി മാർക്ക് വിഭജിച്ചു എന്ന് പറയാം. മാർക്ക് ഈ ടെക്നിക്ക് ഇതിനു മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്തതാണ്. അന്ന് ടെൻസങ്ങളുടെ കയ്യിലെ ആ കത്തിക്ക് മാർക്കിന്റെ ഈ സിംഗുലാരിറ്റി ഫ്രെയിമുകൾ ഭേദിച്ച് ബോർഡിലേക്ക് എത്താൻ വളരെ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു. അതേ സിംഗുലാരിറ്റി ഫ്രെയിമിൽ ഇപ്പോൾ ഇതാ മാർക്ക് ആ പ്രിമോഡിയൽ റൂൾ കൂടി ചേർത്തിരിക്കുകയാണ്. സകല നിയമങ്ങളുടെ ആത്യന്തികമായ കേന്ദ്ര ബിന്ദുവിനെ തന്നെ മാർക്ക് ആക്ടിവേറ്റ് ചെയ്ത് ആ റൂളുകൾ സൃഷ്ടിച്ച ആ സമയത്താണ് സകല സ്ഥലത്തുള്ള ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാക്കളും അതുപോലെ പീക്ക് ലെവലിലെ ആ ട്രൂ സെയിന്റുകളും ഒരുമിച്ച് മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്നത്. അവർക്ക് മാർക്കിന് ചുറ്റുമുള്ള ആ ബൗണ്ടറി വിസിബിൾ അല്ല എന്നതാണ് സത്യം. മാർക്കിനെ മാത്രമേ അവർക്ക് കാണാൻ കഴിയൂ. മാർക്കിനും അവർക്കും ഇടയിലുള്ള മതിലുകൾ അവരുടെ ദൃഷ്ടിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ മുന്നോട്ട് കുതിക്കുമ്പോൾ പെട്ടെന്നാണ് അവരിൽ പലരും എവിടെയോ തട്ടി വീഴും പോലെ അവർക്ക് തോന്നുന്നത്. അവരുടെ കൈകൾക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവരെ അതിശക്തമായി പഞ്ച് ചെയ്യുമ്പോൾ എന്തിലോ തട്ടുന്ന ഫീലുണ്ട്. ചിലരുടെ കയ്യിലിരിക്കുന്നത് ശക്തമായ ആർട്ടിഫാക്റ്റുകളാണ്. ചിലതൊക്കെ അതിശക്തമായി 100 ലെവൽ വരെയൊക്കെ ഭേദിച്ചെങ്കിലും അതിനപ്പുറത്തോട്ട് പോകുമ്പോൾ വേഗത വൻതോതിൽ കുറയുകയാണ്. ഒരു ഡ്രാഗിങ് ഫോഴ്സ് അവർക്ക് അനുഭവപ്പെടുകയാണ്. അവരാരോ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന പോലൊരു ഫീൽ. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലർ അവിടെ അക്ഷോഭ്യരായി നിൽക്കുകയാണ്. ആ മാർക്കിനടുത്തേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് തോന്നിയപ്പോൾ പിന്തിരിയാനുള്ള ഒരു ശ്രമത്തിലേക്ക് ആ എൻ്റെ ടീമും ആലോചിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഒരു സംഭവം ഉണ്ടായി. മാർക്ക് ഫെല്ലർ തനിക്ക് ചുറ്റുമായി താൻ സൃഷ്ടിച്ച ആ ഫ്രെയിമുകൾക്കിടയിൽ ഒരു സ്ഫോടനമാണ് സൃഷ്ടിച്ചത്. മാർക്ക്
അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു എബിലിറ്റി അവിടെ ഉപയോഗിച്ചതാണ്. ആ സിംഗുലർ ഫ്രെയിമുകൾക്കിടയിലുള്ള വായുവിനെ സ്ഫോടനം നടത്തുന്ന ഒരു ടെക്നിക്കാണ് മാർക്ക് ഡെവലപ്പ് ചെയ്തത്. അതിന്റെ ഫലമായി ഈ 10,000-കണക്കിന് ഫ്രെയിമുകൾക്കിടയിൽ വൻതോതിൽ സ്ഫോടനം ആരംഭിച്ചു. കണ്ണഞ്ചിക്കുന്ന പ്രകാശവും ചെവി പൊട്ടിപ്പോകുന്ന ശബ്ദവും തീയും എല്ലാം മാർക്കിന് ചുറ്റും പെട്ടെന്നാണ് പടർന്നു പിടിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് ടിയാൻ മോങ്ങിനും ചാങ് ചൂഡിനും മനസ്സിലാക്കും മുമ്പ് മാർക്കിനെ ആക്രമിച്ച ഏകദേശം 2 ഡസനോളം ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. അവരുടെ ബോഡി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ശൈലിയിൽ അവര് ആ സ്ഫോടനത്തിൽ അവസാനിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ സെക്കൻഡ് ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാക്കൾ ഒരുപാടുണ്ട്. ഊടിയെപ്പോലെ ഫസ്റ്റ് ലെവലുകാരുണ്ട്. അതിനു പുറമെ ആ ആൻസസ്റ്ററുടെ ബോഡിയും നാമവിശേഷമായിരിക്കുകയാണ്. ഒരുപാട് പീക്ക് ലെവൽ ട്രൂ സെയിന്റുകളാണ് ആ നിമിഷം ഇല്ലാതായത്. ആ സ്ഫോടനം ഉണ്ടാക്കിയ ശബ്ദവും അതുപോലെ തീയും പുകയൊക്കെ കെട്ടടങ്ങുമ്പോൾ അമ്പരന്ന് മാർക്ക് ഫില്ലർത്തിനെ നോക്കി നിൽക്കുകയാണ് ടിയാൻ മോങ്ങും ചാങ് ചൂഡും ജി ആവോയും ജി മായിയും ഒക്കെ. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ മുന്നിൽ അവർ കണ്ട കാഴ്ച. വെറുമൊരു 4th ലെവൽ ട്രൂ സെയിന്റ് ആണ് മാർക്ക് ഫില്ലർ. അത് അവന്റെ ഓർ അനലൈസ് ചെയ്യുന്ന ആർക്കും മനസ്സിലാകും. ആ 4th ലെവലുകാരൻ അവർക്ക് മനസ്സിലാവാത്ത എന്തോ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അവനേക്കാൾ ഒരുപാട് ശക്തി കൂടിയ ആളുകളെ ഇതാ കൊന്നൊടുക്കിയിരിക്കുകയാണ്. മാർക്കിനെ ആ രീതിയിൽ അവരൊക്കെ കാണുമ്പോൾ മാർക്കും ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. മാർക്കിന്റെ ബോഡിയിലെ നല്ലൊരു ശതമാനം ഊർജ്ജമാണ് മാർക്ക് ഇപ്പോൾ കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. ശരിക്കും മാർക്കിന്റെ ബോഡിക്കുള്ളിൽ ഒരുപാട് സ്പിരിച്വൽ എനർജി ഉണ്ട്, ഡാർക്ക് എനർജി ഉണ്ട്, കയോട്ടിക് എനർജിയും ഉണ്ട്. അതൊക്കെ മാർക്ക് എടുത്ത് കത്തിച്ചിട്ടാണ് ശരിക്കും ആ സ്ഫോടനവും ആ തീയൊക്കെ അവിടെ ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും മാർക്കിന് ആ ഊർജം തിരിച്ചു പിടിക്കാൻ കുറച്ച് സമയം വേണം. അത് ടിയാൻ മോങ്ങിന് മനസ്സിലായി. മാർക്ക് ഫില്ലർ, നീ ഞാൻ വിചാരിച്ചതിനേക്കാൾ സമർത്ഥനാണ്. പക്ഷെ മാർക്ക്, എനിക്കറിയാം നീ അവസാന കളി കളിക്കുകയാണെന്ന്. നിന്റെ ആ അവസാന കളിക്ക് ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ ടിയാൻ മോങ് പറഞ്ഞതും ടിയാൻ മോങ്ങിന്റെ പുറകിൽ നിന്ന് 2 സുപ്രീം എൽഡേഴ്സ് മുന്നോട്ട് കുതിച്ചു. 2 പേർ. നേരത്തെ ഒരുപാട് പേർ മാർക്കിനെ ആക്രമിച്ചപ്പോൾ മാർക്ക് അവരെ നേരിട്ടതാണ്. പക്ഷേ ഇപ്പോ 2 പേരാണ് മുന്നോട്ട് വരുന്നെങ്കിലും അവർ നേരത്തെ വന്ന കഥാപാത്രങ്ങളെക്കാൾ വ്യത്യസ്തരാണെന്ന് മുന്നോട്ട് കുതിച്ചു വരുന്ന അവരുടെ ഓറ മാർക്കിനോട് വിളിച്ചു പറയുന്നുണ്ട്. 2 പേരും 3rd ലെവൽ ട്രിബുലേഷൻ സ്റ്റേജുകാരാണ്. പാത്തോഹെവന്റെ ആ കടലിനകത്ത് സ്വന്തം സോളിനെ ആ പ്രതിമാ രൂപത്തിലേക്ക് മാറ്റി മുക്കി പുനർജനിച്ച ആ ആളുകൾ വല്ലാത്ത ശക്തിയുള്ളവരാണ്. അമാനുഷ്യമായ ശേഷിയുള്ളവർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാം. ആ 2 സുപ്രീം എൽഡേഴ്സും മുന്നോട്ട് കുതിച്ചതും മാർക്കിന് അപകടമാണത്. മാർക്ക് ടിയാൻ മോങ്ങിനെ നോക്കി അദ്ദേഹത്തോടായി പറഞ്ഞു, എന്നെ നിങ്ങൾ തീർത്താൽ നിങ്ങളിൽ പലരെയും ഞാനും തീർക്കും. മാർക്ക് ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ആ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. മാർക്ക് അവസാനിക്കുന്നതിന് മുന്നേ ആ ജി കുടുംബത്തിലെ പലരെയും മാർക്ക് അവസാനിപ്പിക്കും. അത് മാർക്കിന്റെ ആ വാക്കുകളിലുണ്ട്. മാർക്കിന്റെ ആ ഡയലോഗ് ടിയാൻ മോങ്ങിന് ഒരു വാണിംഗ് ആണ്. അത് മനസ്സിലായതും പെട്ടെന്ന് ടിയാൻ മോങ് മുന്നോട്ട് കുതിച്ചു. ശരിക്കും അയാൾ ഒരു 4th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവാണ്. അയാളെക്കാൾ ശക്തനായിട്ട് ഈ പ്രപഞ്ചത്തിൽ വേറെ ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം ഉണ്ടാകും. അത്ര ശക്തനാണ് ആ ടിയാൻ മോങ്. ആ ടിയാൻ മോങ് ആണ് ഈ ജി കുടുംബത്തിലെ ഏറ്റവും ശക്തൻ. ടിയാൻ മോങ് മുന്നോട്ട് കുതിക്കുമ്പോൾ സകലതും നിശ്ചലമാകുകയാണ്. 4th ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ഒരു യോദ്ധാവ് സാധാരണ വേറെ ആളുകളോട് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാറില്ല. പക്ഷെ ഇവിടെ അയാൾ മുന്നോട്ട് കുതിച്ചിരിക്കുന്നത് 4th ലെവൽ ട്രൂ സെയിന്റിനെ നേരിടാനാണ്. 2 പേരും തമ്മിലുള്ള അകലം വളരെ വലുതാണ്. ട്രിബുലേഷൻ 4th ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് 4th ലെവലിലെ ട്രൂ സെയിന്റ് എന്ന് പറയുന്നത്. ആ ട്രൂ സെയിന്റിനെ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജുകാരൻ ഒന്ന് ഊതിയാൽ അയാൾ തീരണം. അത്ര വ്യത്യാസമാണ് അവർ തമ്മിലുള്ള കപ്പാസിറ്റിയിൽ. പക്ഷെ അതൊക്കെ ടിയാൻ മോങ് അങ്ങ് മറന്നിരിക്കുകയാണ്. ടിയാൻ മോങ് മുന്നോട്ട് കുതിച്ചതും മാർക്ക് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ ടിയാൻ മോങ്ങിന്റെ ബോഡി പൂർണ്ണമായും ഒരു മാറ്റത്തിന് വിധേയമായിരിക്കുകയാണ്. ടിയാൻ മോങ്ങിന്റെ സ്ഥാനത്ത് മാർക്ക് കാണുന്നത് ഒരു കൂറ്റൻ പൂച്ചയാണ്, ഒരു കറുത്ത പൂച്ച. ആ കറുത്ത പൂച്ചയുടെ തല മാർക്കിനെ തന്നെ നോക്കുകയാണ്. സിംഹത്തേക്കാൾ വലിപ്പമുള്ള ഒരു കറുത്ത പൂച്ചയായിട്ട് സാക്ഷാൽ ടിയാൻ മോങ് രൂപം മാറിയിരിക്കുകയാണ്. ആ കറുത്ത പൂച്ച പെട്ടെന്ന് ഒന്ന് അലറി.
അലറിക്കൊണ്ട് ആ കറുത്ത പൂച്ച മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നിനക്ക് ഈ ജി കുടുംബത്തിന്റെ മാന്ത്രിക സിദ്ധികളെ കുറിച്ച് ഒന്നുമേ അറിയില്ല. നിന്റെ ഈ ഫിസിക്കൽ കപ്പാസിറ്റി നീ ഇവിടെ എക്സിബിറ്റ് ചെയ്തപ്പോ നീ വിചാരിച്ചു നീ ഒരു സംഭവമാണ്. മാർക്ക്, നീ എനിക്ക് മുന്നിൽ ഒന്നുമല്ല എന്നത് നീ ഇതാ മനസ്സിലാക്കാൻ പോവുകയാണ്. മാർക്ക്, നിന്നെ ഞാൻ ശപിക്കുന്നു. നീയും നിന്റെ സന്തതി പരമ്പരകളും നീയുമായി ബന്ധപ്പെട്ട എല്ലാവരും, നിന്റെ സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും എല്ലാവരും എൻ്റെ ഈ ശാപത്തിന് വിധേയമാകും. എൻ്റെ ഈ ബ്ലാക്ക് കാറ്റ് നിനക്കിനി തൊടാൻ കഴിയാത്ത ആ ശാപത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കറുത്ത പൂച്ച മാർക്കിനെതിരെ ചാടി വരികയാണ്. ശരിക്കും വളരെ ഹ്യൂജ് സൈസുള്ള ആ പൂച്ച ആകാശത്തോടെ അങ്ങനെ പാഞ്ഞു വരുമ്പോൾ അന്തരീക്ഷം ഏതാണ്ട് പൂർണ്ണമായി നിശ്ചലമാവുകയാണ്. ഒരു ചലനവും ആ അന്തരീക്ഷത്തിലില്ല. സകല ആളുകളും ചില്ലായി നിൽക്കുകയാണ്. നേരത്തെ മാർക്കിന് മുന്നോട്ട് കുതിച്ച ആ 2 സുപ്രീം എൽഡേഴ്സും അവരും പാതി വഴിയിൽ നിൽക്കുകയാണ്. ആ ആളുകളെ മറികടന്നുകൊണ്ടാണ് ആ കറുത്ത പൂച്ച മാർക്ക് ഫെല്ലറിനെതിരെ പാഞ്ഞു വരുന്നത്. മാർക്ക് ഫെല്ലറിനെതിരെ പാഞ്ഞു വന്ന ആ പൂച്ച മാർക്കിന്റെ ബോഡിയിൽ ഒന്ന് ആഞ്ഞടിച്ചുകൊണ്ട് കടന്നങ്ങ് പോയി. മാർക്കിന്റെ ബോഡിയിലൂടെ ആ പൂച്ചയുടെ കൈവിരലുകൾ അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ദേഹം മുഴുവൻ എന്തോ ഊരുന്ന പോലെ ഒരു തോന്നൽ. മാർക്ക് പെട്ടെന്ന് തലകുനിച്ച് നോക്കുമ്പോൾ ചെറു ചെറു ജീവികളുടെ ഒരു വൻ കൂട്ടം മാർക്കിന്റെ ബോഡിയിലേക്ക് ഇങ്ങനെ പാഞ്ഞു കയറുകയാണ്. ഈ സമയത്ത് ആ പൂച്ച മാർക്കിനെ മറികടന്ന് കുറച്ച് പുറകോട്ടെത്തി. മാർക്ക് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ ആ പൂച്ച സാവധാനം വീണ്ടും ടിയാൻ മോങ്ങായി മാറി. ടിയാൻ മോങ് മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചു. മാർക്ക്, ഈ നിമിഷം മുതൽ നീ എന്റെ അടിമയാണ്. നിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റിയിരിക്കുന്നത് പാരസൈറ്റുകളാണ്. എന്റെ നിയന്ത്രണം ആ പാരസൈറ്റുകൾ വഴി നിന്നിലുണ്ട്. മാർക്ക്, ഇനി നീ ഞാൻ പറയും പോലെ എന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന വെറും ഒരു അടിമയാണ്. മാർക്ക്, നീ മാത്രമല്ല, നീയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇനി എന്റെ അടിമയാണ്. ഞങ്ങളുടെ ഈ ജി കുടുംബത്തിന്റെ അടിമകളായി നീയും നിന്റെ സംഘങ്ങളും മാറിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ടിയാൻ മോങ് ഒന്ന് ചിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ഉള്ളിൽ ആ പാരസൈറ്റുകൾ അങ്ങനെ നുഴഞ്ഞ് കയറി തുടങ്ങി. മാർക്ക് ആ പാരസൈറ്റുകൾ തന്റെ ബോഡിയിലേക്ക് നുഴഞ്ഞ് കയറുന്ന കണ്ടതും ആ തണ്ടർ കോർട്ട്യാർഡിൽ വെച്ച് അവിടുത്തെ ഇംപീരിയൽ ചക്രവർത്തി ലീയിൽ നിന്ന് മാർക്ക് കരസ്ഥമാക്കിയ ആ ഹാർട്ട് ഓഫ് തണ്ടർ മാർക്ക് എടുത്തൊന്ന് ഉപയോഗിച്ചു. ഹാർട്ട് ഓഫ് തണ്ടർ മാർക്കിന്റെ ഏറ്റവും രഹസ്യ ആയുധങ്ങളിൽ ഒന്നാണ്. ആ തണ്ടറിന് വേണ്ടി മാർക്ക് മനസ്സിലൊന്ന് വിചാരിച്ചാൽ മാർക്കിന്റെ ബോഡിക്കുള്ളിൽ ഇടിവെട്ടലും മിന്നലും ഉണ്ടാവും. പുറത്ത് അത് വിസിബിൾ ആകില്ല. മാർക്കിന്റെ ബോഡിയിലൂടെ ആ മിന്നൽ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ആ മിന്നലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാർക്കിന്റെ ബോഡിയിലേക്ക് പാഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ആ പാരസൈറ്റുകളാണ്. മാർക്ക് തന്റെ ബോഡിക്കകത്തൂടെ ആയിരക്കണക്കിന് മിന്നലുകൾ അങ്ങനെ പായിച്ചു നോക്കിയെങ്കിലും ആ പാരസൈറ്റുകൾക്ക് ഒന്നും സംഭവിച്ചില്ല. ശരിക്കും ഇമ്മോർട്ടൽ ചക്രവർത്തി ലീയുടെ ആ ഹാർട്ട് ഓഫ് തണ്ടറിനെ മറികടക്കാൻ ജി കുടുംബത്തിന്റെ ആ പാരസൈറ്റുകൾക്ക് കഴിഞ്ഞിരിക്കുന്നു. മാർക്കിനെ ശരിക്കും അത് അമ്പരപ്പിച്ചു എന്ന് പറയാം. താനിത് പൂർണ്ണമായും ആ പാരസൈറ്റുകൾക്ക് കീഴ്പ്പെടുകയാണ്. മാർക്കിന്റെ ബോഡിയിലേക്ക് ആ പാരസൈറ്റ് അങ്ങനെ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് ഡാർക്ക് എനർജി ഇങ്ങനെ ഇടിച്ച് കയറുകയാണ്. ഡാർക്ക് എനർജി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പാരസൈറ്റുകൾ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഡാർക്ക് എനർജി മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങനെ ഇരച്ച് കയറുന്നു എന്നുള്ള യാഥാർത്ഥ്യം മാർക്ക് മനസ്സിലാക്കിയതും മാർക്ക് ഉറക്കെ ഒന്ന് ചിരിച്ചു. ഉറക്കെയുള്ള മാർക്കിന്റെ പൊട്ടിച്ചിരി സ്വാഭാവികമായിട്ടും അവിടെ ഈ കാഴ്ച കാണുന്ന ആളുകളെ ലേശമൊന്നുമല്ല അമ്പരപ്പിച്ചത്. ആളുകൾക്ക് അത് അമ്പരപ്പാണ് ഉണ്ടാക്കിയെങ്കിലും ടിയാൻ മോങ് അറിയാതെ പുഞ്ചിരിച്ചു പോവുകയാണ്. ഹേ മാർക്ക്, നീ ഇതാ എന്റെ കളിപ്പയാവയായി മാറുകയാണ്. മാർക്കിന്റെ സെൻസ് മാർക്കിന്റെ കൈമോശം വരികയാണ്. മാർക്ക് പൂർണ്ണമായി ആ പാരസൈറ്റുകളുടെ നിയന്ത്രണത്തിലേക്ക് കടക്കുകയാണ്. പാരസൈറ്റുകൾ വഴി സ്വാഭാവികമായും ടിയാൻ മോങ്ങിന്റെ നിയന്ത്രണത്തിലേക്ക് മാർക്ക് കടക്കുന്നു. ആ യാഥാർത്ഥ്യമാണ് ടിയാൻ മോങ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതേ സമയത്ത് മാർക്കിന്റെ ഡിവൈൻ സെൻസിനുള്ളിൽ 2 ഡിവൈൻ സെൻസ് ഉള്ളതിൽ ഒന്ന് ആക്റ്റീവായി. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒരു സുവർണ രൂപത്തിലുള്ള പ്രതിമയായിട്ടും കറുത്ത നിറത്തുള്ള പ്രതിമയായിട്ടും മാർക്കിന്റെ ഉള്ളിലുണ്ട്. കറുത്ത പ്രതിമ കറുത്ത മാർക്ക് ഫെല്ലറാണ്. സുവർണ മാർക്ക് ഫെല്ലറും കറുത്ത മാർക്ക് ഫെല്ലറും. ബ്രൈറ്റ് എനർജി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് സുവർണ മാർക്ക് ഫെല്ലറും ബ്ലാക്ക് എനർജി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് കറുത്ത മാർക്ക് ഫെല്ലറുമാണ്. മാർക്ക് ഫെല്ലർ വർഷങ്ങൾക്ക് മുമ്പ് തകർന്ന ഡാന്റെയും ഡിവൈൻ സെൻസും ഒക്കെ ശരിയാക്കാനായിട്ട് അന്ന് ആ ചെകുത്താന്മാരുടെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. ആ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് തുടങ്ങിയ ആ നിമിഷം മുതൽ മാർക്കിന്റെ ഉള്ളിൽ ഒരു കറുത്ത മാർക്ക് ഫെല്ലർ ഉണ്ടായി വന്നിരുന്നു. അതിപ്പോ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ആ പാരസൈറ്റുകൾ മാർക്കിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറുമ്പോൾ
സ്വാഭാവികമായിട്ടും ആ കറുത്ത മാർക്ക് ഫെല്ലർ കൂടുതൽ ശക്തി ആർജിക്കുകയാണ്. മാർക്കിന്റെ കറുത്ത മാർക്ക് ഫെല്ലർ ശക്തി ആർജിക്കുന്നത് കണ്ടതും മാർക്ക് കൈയൊന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ ആ ഗോസ്റ്റ് സോഡ് പ്രത്യക്ഷപ്പെട്ടു. ആ ഗോസ്റ്റ് സോഡ് മാർക്കിന്റെ കയ്യിലേക്ക് വരുമ്പോൾ ആ ഗോസ്റ്റ് സോഡിന്റെ മുന്നിൽ ആ ഈവിൾ ഐ ഉണ്ട്. മാർക്ക് ഫെല്ലർ ആ ഗോസ്റ്റ് സോഡ് കയ്യിലെടുത്ത് ഒരൊറ്റ വീശ്. മാർക്ക് ഫെല്ലറുടെ ആ ഗോസ്റ്റ് സോഡ് ആ അന്തരീക്ഷത്തിൽ ഒന്ന് കറങ്ങിയ ആ നിമിഷത്തിൽ ശരിക്കും അമ്പരപ്പിക്കുന്ന മാറ്റങ്ങൾ ആ അന്തരീക്ഷത്തിൽ ഉണ്ടായി. മാർക്കിന്റെ സോഡ് ഒന്ന് കറങ്ങിയതും ആ കറക്കത്തിന്റെ ഫലമായി വായു ഒന്ന് കറങ്ങി. ആ എൻറ്റയർ വായു ഒന്ന് കറങ്ങിയതും ചുറ്റും പലതും സംഭവിക്കുകയാണ്. മാർക്കിന്റെ ആ വാള് കടന്നുപോയ വഴിയിലുണ്ടായിരുന്ന പലരുടെയും ബോഡികൾ ഒന്ന് വിറച്ചു. ആ ആളുകൾ മാർക്കിന്റെ ഗോസ്റ്റ് സോഡിന്റെ നിയന്ത്രണത്തിലേക്ക് കടക്കുന്നു എന്നൊരു തോന്നൽ പെട്ടെന്ന് ടിയാൻ മോങ്ങിനും അതുപോലെ ചാങ് ചൂടിനും ഉണ്ടായി. മാർക്ക് പെട്ടെന്ന് ഒന്ന് ചിരിച്ചു. ആ തോന്നൽ അവർക്കുണ്ടായ നിമിഷത്തിൽ അവർ മാർക്കിന്റെ പൊട്ടിച്ചിരി കേൾക്കുകയാണ്. ശരിക്കും മാർക്കിന്റെ ബോഡിയിലേക്ക് അവർക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ശൈലിയിൽ ഒരു മാറ്റം ഉണ്ടാകുകയാണ്. ചുറ്റുമുള്ള വായു പൂർണ്ണമായും മാർക്കിനടുത്തേക്ക് ഒരു ചുഴി പോലെ ഓടി വരികയാണ്. ആ ചുഴി പോലെ ഓടി വരുന്ന ആ വായു മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങ് ലയിച്ചു ചേരുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ടിയാൻ മോങ്ങും അതുപോലെ ചാങ് ചൂടും ബാക്കിയുള്ള ആളുകളും കണ്ടത്. അതിനിടയിൽ അവർ ഒരു കാഴ്ച കൂടി കണ്ടു. മാർക്കിന്റെ ആ സോഡ് കടന്നുപോയ വട്ടത്തിന് അകത്തുള്ള ആളുകൾ ഒന്നൊന്നായി താഴേക്ക് വീഴുന്ന കാഴ്ച. ആ താഴേക്ക് വീഴുന്ന ആളുകളുടെ സോൾ വലിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആ സോളുകളാണ് വായുവിലൂടെ മാർക്കിന്റെ ബോഡിയിലേക്ക് എങ്ങനെ പാഞ്ഞു കയറുന്നത്. കണ്ണടച്ച് തുറക്കും മുമ്പേ ഏകദേശം 4 ഡസനോളം ആളുകൾ താഴെ വീണ് കഴിഞ്ഞു. ആ ആളുകൾ താഴെ വീഴുമ്പോൾ മാർക്കിന്റെ പൊട്ടിച്ചിരി അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ശരിക്കും മാർക്കിന് ഭ്രാന്തായതുപോലെ മാർക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ചിരി അങ്ങനെ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ജി കുടുംബത്തിലെ താഴെ വീഴുന്ന ആളുകളുടെ എണ്ണവും അങ്ങനെ വർദ്ധിക്കുകയാണ്. പെട്ടെന്നാണ് മാർക്ക് ആ ചിരി നിർത്തിയിട്ട് മാർക്കിന്റെ കൈ ഒരാൾക്ക് നേരെ ചൂണ്ടിയത്. ആ കൈ മാർക്ക് അയാൾക്ക് നേരെ ചൂണ്ടിയ ആ നിമിഷത്തിൽ അയാളൊന്ന് വിറച്ചു. ആള് ഒരു സുപ്രീം എൽഡറാണ്. അയാളൊന്ന് വിറച്ചതും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച കാണേണ്ടി വന്നു. ആ സുപ്രീം എൽഡർ തന്റെ തൊട്ട് അടുത്ത് നിന്നിരുന്ന 2 ട്രൂ സെയിന്റുകളുടെ കഴുത്തിൽ കൈയൊന്ന് മുറുക്കി. അയാൾ കൈയൊന്ന് ആഞ്ഞു മുറുക്കിയതും ആ 2 ട്രൂ സെയിന്റും അവിടെ പിടിഞ്ഞ് താഴേക്ക് വീണു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും മുമ്പ് 2 പേരും കൊല്ലപ്പെട്ടു. ആ സുപ്രീം എൽഡറുടെ കയ്യിലൂടെ ആ 2 ആളുകളും താഴെ വീഴുന്ന കാഴ്ച കണ്ടതും ആ ട്രൂ സെയിന്റുകളുടെ പുറകിലുണ്ടായിരുന്ന ആളുകൾ പതുക്കെ പുറകോട്ട് മാറി. പുറകോട്ട് മാറുന്ന അവർക്ക് നേരെ ആ സുപ്രീം എൽഡർ ചാടി വീഴുമ്പോൾ മാർക്ക് ഫെല്ലറുടെ കൈകൾ മറ്റു ചില ആളുകളിലും പതിച്ചു. അവിടെയുള്ള മറ്റ് സുപ്രീം എൽഡേഴ്സിന്റെ പുറത്തേക്കാണ് മാർക്കിന്റെ കൈ പതിച്ചത്. ആ കൈ അവരുടെ പുറത്ത് പതിച്ചതും അവരുടെയും ബോഡി ഒന്ന് വിറച്ചു. അവരും ജി കുടുംബത്തിലെ യോദ്ധാക്കൾക്ക് നേരെ തിരിഞ്ഞു. ശരിക്കും ജി കുടുംബത്തിലെ ജി ആവോയും ജി മായും ചാങ് ചൂടും അതുപോലെ ആ ടിയാൻ മോങ്ങും ഒക്കെ കാര്യം എന്തെന്ന് മനസ്സിലാക്കും മുമ്പ് ഒരു വേട്ട അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സുപ്രീം എൽഡേഴ്സിലൂടെ മാർക്ക് ഫെല്ലർ ജി കുടുംബത്തിലെ ആളുകളെ ഒന്നടങ്കം കൊന്നൊടുക്കുകയാണ്. ആ ആളുകളുടെ ബോഡി നിശ്ചലമാകുന്നതും അവരുടെ ആത്മാവ് മാർക്കിന്റെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. നടക്കി നിൽക്കുന്ന മാർക്ക് ഫെല്ലർ ശരിക്കും ആ ചെകുത്താന്മാരുടെ മെറിഡിയൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്ക് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ആ മെറിഡിയൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ മെറിഡിയൻ ടെക്നിക്ക് മാർക്ക് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മാർക്ക് ആ മെറിഡിയൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തിരുന്നപ്പോൾ ഉള്ള മാർക്കല്ല ഇപ്പോൾ ഉള്ളത്. മാർക്ക് ഇപ്പോ അതിശക്തനാണ്. അതിശക്തനായ മാർക്ക് ഫെല്ലർ ആ മെറിഡിയൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തതും എൻറ്റയർ സോളുകളും മാർക്കിനടുത്തേക്ക് വരികയാണ്. സോള് മാത്രമല്ല, അവരുടെ ഡിവൈൻ സെൻസുകളും ഇന്റേണൽ എനർജി ഒക്കെ മാർക്കിനടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ശരിക്കും കടൽ ഒഴുകി വന്നാൽ പോലും മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് കയറി പോകുന്ന ശൈലിയിലായി കാര്യങ്ങൾ. എല്ലാ സ്ഥലത്തു നിന്നും ഇന്റേണൽ എനർജിയും ഡിവൈൻ സെൻസും അതുപോലെ സോളും പാഞ്ഞു വന്ന് മാർക്കിനുള്ളിലേക്ക് അങ്ങനെ കയറി പോകുമ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു കറുത്ത പ്രകാശം ഇങ്ങനെ ഉണ്ടായി വരികയാണ്. ശരിക്കും മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഗോൾഡൻ പ്രകാശം കറുത്ത പ്രകാശമായി മാറുകയാണ്. കറുപ്പിന് ചുറ്റും ഒരു വെളുത്ത പ്രകാശമുണ്ട്. അതുകൊണ്ടാണ് കറുത്ത പ്രകാശമായി ആളുകൾ തോന്നുന്നത്. ഒരു വല്ലാത്ത കാഴ്ച, അങ്ങനെ അതിനെ വിളിക്കാൻ പറ്റും. മാർക്ക് ഫെല്ലറുടെ ബോഡിയിലേക്ക് ആത്മാക്കളും ഡിവൈൻ സെൻസുകളും ഇന്റേണൽ എനർജിയും അങ്ങനെ ഇരച്ച് കയറുമ്പോൾ ശരിക്കും പെട്ടുപോയിരിക്കുന്നത് ടിയാൻ മോങ്ങും ചാങ് ചൂടും അവരുടെ കോർ മെമ്പേഴ്സുമാണ്. ടിയാൻ മോങ് അറിയാതെ പറഞ്ഞു പോവുകയാണ്, മാർക്ക്, നിനക്ക് ഈവിളെ നിയന്ത്രിക്കാൻ പറ്റുമല്ലേ? അവർ വളരെ വളരെ കാലങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തെടുത്തതാണ് ആ ഗോസ്റ്റ് സോഡ്. ആ ഗോസ്റ്റ് സോഡിന്റെ
ഹൃദയം എന്ന് പറയുന്നത് ആ ഈവിൾ ഐ ആണ്. ആ ഈവിൾ ഐയെ മാർക്കിനിതാ നിയന്ത്രിക്കാൻ പറ്റുന്നു. ആ ഈവിൾ ഐയുടെ സഹായം കൊണ്ടാണ് മാർക്ക് ആ ആത്മാക്കളെ വലിച്ചെടുക്കുന്നതെന്നാണ് യഥാർത്ഥത്തിൽ ഈ സമയത്ത് ടിയൻ മൊങ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഒന്ന് ചിരിച്ചു. മാർക്ക് ആ സോഡ് ഒന്നുകൂടി ഒന്ന് ഉയർത്തിയിട്ട് ചാടി മുകളിലേക്ക് ഉയർന്ന് ഒരൊറ്റ കറക്ക്. ശരിക്കും മാർക്കിന്റെ കയ്യിലെ ആ ഗോസ്റ്റ് സോഡ് ഒന്ന് കറങ്ങുമ്പോൾ അതിൽ നിന്നൊരു പച്ച പ്രകാശം ആ ജി കുടുംബത്തിന് ചുറ്റുമായി ഒന്ന് കറങ്ങി. പിന്നെ നമ്മളവിടെ കാണുന്നത് സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു രംഗമാണ്. ജി കുടുംബം ഒരു വലിയ ഏരിയയിലാണ് താമസിക്കുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ജി കുടുംബവുമായി ബന്ധപ്പെട്ട ആ ഏരിയക്കുള്ളിൽ താമസിക്കുന്നത്. ആ ആളുകളിൽ പലരും പലതരം ആക്ടിവിറ്റിയിൽ വ്യാപൃതരായിരിക്കുന്ന സമയത്താണ് മാർക്ക് ഫെല്ലറുടെ ആ ഗോസ്റ്റ് സോണിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് ആ എൻറ്റയർ ഏരിയ മുഴുവൻ വ്യാപിക്കുന്നത്. ആ ഏരിയ മുഴുവൻ ആ സോഡ് ലൈറ്റ് എങ്ങനെ വ്യാപിച്ചതും അവിടെയുള്ള ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി മുമ്പേ താഴേക്ക് തുരുതുര വീണു തുടങ്ങി. സകല സ്ഥലത്തു നിന്നും ആ ഇന്റേണൽ എനർജിയും ഡിവൈൻ സെൻസും സോളുകളും മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് നദികൾ പോലെ ഒഴുകി വന്നു തുടങ്ങി. എല്ലാ മേഖലയിൽ നിന്നും ആ നദികൾ പോലെ ആ ആത്മാക്കളും എനർജിയും ഒഴുകി വരുമ്പോൾ കാത് തുളയ്ക്കുന്ന കരച്ചിൽ എല്ലാ മേഖലയിൽ നിന്നും കേൾക്കുകയാണ്. തന്റെ തൊട്ടു മുമ്പിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അറിയാതെ ആളുകൾ അലറി വിളിച്ചു പോകുമല്ലോ. ആ കരച്ചിലാണ് ഇവിടെ ഈ ജി കുടുംബത്തിന്റെ ആ പ്രധാന ഹാളിനകത്ത് കേൾക്കുന്നത്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചാങ്ചൂട് ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്തായി കാണിക്കുന്നത്? അവർക്ക് നിരപരാധികളാണ്. ഹേയ് ചാങ്ചൂട് നമ്മുടെ റോയൽ കുടുംബത്തിലെ ആളുകളെ ഒന്നൊന്നായി കൊലപ്പെടുത്തുകയും ആ സ്കൈ സിറ്റിയിലെ ആളുകളെ മുഴുവൻ കൊന്നൊടുക്കുകയും ചെയ്തപ്പോ നിങ്ങൾക്ക് ഇത് തോന്നിയില്ലല്ലോ അവര് നിരപരാധികളാണെന്ന്? നിങ്ങൾക്ക് തോന്നാത്ത കാര്യം എനിക്കെന്തിനു തോന്നണം? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ മാന്ത്രിക കുടുംബം ഈ പ്രപഞ്ചത്തിൽ അനിവാര്യമല്ലാത്ത ഒരു കുടുംബമാണ്. നിങ്ങളെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ഞാൻ അവതരിച്ചു എന്ന് കരുതിയാൽ മതി. ശരിക്കും മാർക്ക് ഫെല്ലർ ഒരു ദൈവദൂതനെ പോലെയാണ് അവരോട് ആ സമയത്ത് സംസാരിച്ചത്. മാർക്കിന്റെ ആ ഡയലോഗ് കേട്ടതും ജിയാവോ ദേഷ്യം കൊണ്ട് ചുമന്ന് മാർക്കിനെതിരെ ഒരൊറ്റ കുതിപ്പ്. അവൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അവന് വിശ്വസിക്കാൻ പറ്റാത്ത ശൈലിയിൽ മാർക്ക് ഫെല്ലർ വളർന്നു എന്നുള്ള യാഥാർത്ഥ്യം അവന് മനസ്സിലാകുന്നുമുണ്ട്. മുന്നോട്ട് കുതിച്ച് അവന്റെ കയ്യിൽ ഒരുപാട് ആർട്ടിഫാക്റ്റുകളുമുണ്ട്. മാന്ത്രിക ആയുധങ്ങളുമായി മാർക്കിന്റെ അടുത്തേക്ക് അവൻ പാഞ്ഞു വന്നത് മാത്രമാണ് മറ്റുള്ളവർ കണ്ടത്. അടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ ഇടത് കൈ ഒന്ന് ഉയർന്നു താഴ്ന്നതും ഒരു ഇടിയുടെ ശബ്ദം ആളുകളിലേക്ക് കേട്ടു. ആ ഇടിയുടെ ശബ്ദം കേട്ട ആ നിമിഷത്തിൽ ശക്തമായ മിന്നൽ ആ ജി ആവോയുടെ പുറത്ത് പതിക്കുന്നതും ജിയാവോ ചാമ്പലാകുന്നതുമായ അമ്പരപ്പിക്കുന്ന രംഗമാണ് ആളുകൾ കണ്ടത്. ജിയാവോ അവർ വളർത്തിക്കൊണ്ടുവരുന്ന ഹോളി സണ്ണാണ്. ശരിക്കും നാളെ ആ ജി കുടുംബത്തെ മുന്നോട്ട് നയിക്കുമെന്ന് അവര് കരുതിയിരുന്ന വ്യക്തിയാണ് ജി ആവോ. അവനാണ് ഇതാ കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ജിമായി ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറയാം. ജിമായും സ്വാഭാവികമായിട്ടും മുന്നോട്ട് കുതിച്ചു. പക്ഷെ ജിമായിക്കും അവളുടെ ആ പപ്പറ്റിനൊന്നും മാർക്കിൻ്റെത് മാത്രമായ ആ നിമിഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് സത്യം. അവർ രണ്ടും അസ്തമിച്ചു. ആ രണ്ടുപേരും മാർക്കിന്റെ ആ തണ്ടറിൽ അവസാനിച്ചു. ശരിക്കും മിന്നലുകൾ ഏത് ഭാഗത്തൂടെ എങ്ങനെ വരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ശരിക്കും കറുത്ത മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ഏതാണ്ട് കരസ്ഥമാക്കി എന്ന് പറയാം. മാർക്കിന്റെ ഉള്ളിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, കൊല്ലുക കൊല്ലുക കൊല്ലുക. ജീവനുള്ള എന്തിനേയും കൊല്ലുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാർക്ക് ഫെല്ലർ എത്തിയിരിക്കുകയാണ്. മാർക്ക് ആ പ്രക്രിയയ്ക്ക് വേഗത കൂട്ടിയതും ചാങ്ചൂട് മുന്നോട്ട് കുതിച്ചു. ചാങ്ചൂട് മാർക്കിന് നേരെയല്ല കുതിച്ചത്, അയാൾ കുതിച്ചത് സമീപത്തുള്ള ഹാളിലേക്കാണ്. ആ ഹാളിലേക്ക് ചാങ്ചൂട് കുതിക്കുന്ന കണ്ടതും മാർക്കിന് അശ്വകരമായ ഒരു ചിന്ത തോന്നി. മാർക്ക് മുന്നോട്ട് കുതിച്ചു. അവിടെ എത്തിയ മാർക്ക് കാണുന്നത് ചാങ്ചൂട് അവിടെ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഒരു ലേഡിയുടെ കാലിലേക്ക് ആഞ്ഞ് ചവിട്ടുന്നതാണ്. ചവിട്ടേറ്റ ആ കാല് ഓടിഞ്ഞു. ശരിക്കും എല്ല് പൊട്ടുന്ന ശബ്ദമാണ് മാർക്ക് കേട്ടത്. മാർക്ക് ഫെല്ലർ, നീ ഇനി എന്തെങ്കിലും ചെയ്താൽ ഈ യുവാനെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ചാങ്ചൂഡിന്റെ അവസാന പ്രതീക്ഷ മാർക്കിനെ മാനസികമായി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് മാർക്കിന്റെ മുന്നിൽ വെച്ച് മാർക്കുമായി ബന്ധപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത്. മാർക്ക് ആ കാഴ്ച കണ്ടു. പൗലിൻ മാസ്റ്റർ, ജി യുവാന ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ ചങ്ങലയിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ശരിക്കും അവരെ വായുവിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. അവരുടെ കാല് തറയിൽ തൊട്ടില്ല എന്ന മട്ടിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൽ ഒരു കാല് ചാങ്ചൂട് ചവിട്ടി ഓടിച്ചത്. ചാങ്ചൂഡിന് ഇപ്പോൾ ആ കാര്യം മനസ്സിലായി. മാർക്കിന്റെ മനസ്സ് ഒന്ന് പതറിയിട്ടുണ്ട്. പക്ഷെ മാർക്ക് ഇപ്പോ മാർക്കല്ല. അവിടെ നിൽക്കുന്നത് സാക്ഷാൽ ബ്ലാക്ക് മാർക്ക് ഫെല്ലറാണ്. ബ്ലാക്ക് മാർക്ക് ഫെല്ലർക്ക്
ഈ വികാരങ്ങൾ എന്ന് പറയുന്ന സംഭവമേ ഇല്ല എന്ന കാര്യം ചാങ് ചൂഡിന് മനസ്സിലാകുമ്പോഴേക്കും മാർക്ഫോയുടെ വലത് കൈ ഒന്ന് ചലിച്ചിരുന്നു. ശരിക്കും മാർക്ഫോയുടെ വലത് കൈ പുറകോട്ട് മാറി മുന്നോട്ട് കുതിക്കുമ്പോൾ തേർഡ് ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജുകാരനായ ചാങ് ചൂഡിന്റെ കൺകോണിലൂടെ ചാങ് ചൂഡ് ആ കാഴ്ച കണ്ടു. പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ച് തനിക്കെതിരെ പാഞ്ഞു വരുന്ന കാഴ്ച. ചാങ് ചൂഡ് പെട്ടെന്ന് ഒന്ന് മാറി തിരിഞ്ഞ് അതിശക്തമായി മാർക്കിനെ ഇടിച്ചു. അയാൾ തേർഡ് ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവാണ്. മാർക്ക് ഫോർത്ത് ലെവൽ ട്രൂ സെയിന്റ് ആണല്ലോ ആത്യന്തികമായി. പക്ഷേ അയാൾ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്കിന്റെ ആ പവർഫുൾ പഞ്ച് അയാളുടെ പഞ്ചുമായി കൂട്ടിമുട്ടുമ്പോൾ ഒരു സമാസമം അനുഭവപ്പെട്ടു. ഒരു ഭയം ചാങ് ചൂഡിന് അനുഭവപ്പെടുകയാണ്. ചാങ് ചൂഡ് പെട്ടെന്ന് പുറകോട്ട് മാറുമ്പോൾ ചാങ് ചൂഡിന്റെ തലയ്ക്ക് മുകളിലായി ഒരു ചെറിയ സിംഹാസനം പ്രത്യക്ഷപ്പെട്ടു. ആ ജി കുടുംബത്തിന്റെ സർവ്വ ശക്തിയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ആ സിംഹാസനം വായുവിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതും ചാങ് ചൂഡ് ആ സിംഹാസനത്തിന് പുറകോട്ട് ചാടി മാറി. ഇപ്പോ മാർക്കിനും ചാങ് ചൂഡിന് മുന്നിൽ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം വായുവിലാണ് ഉള്ളത്. ആ സിംഹാസനത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് ചാങ് ചൂഡ് മാർക്കിനോട് അങ്ങ് അലറി, മാർക്ക്, ഇനി നിനക്ക് രക്ഷയില്ല. ഞാൻ ഇതെടുക്കണ്ട എന്നാണ് കരുതിയത്. പക്ഷെ നീ കളിച്ച് കളിച്ച് ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി നിന്നെ അവസാനിപ്പിച്ചാലേ പറ്റൂ. ആ സിംഹാസനത്തിന് വല്ലാത്തൊരു പവർ ഉണ്ടെന്ന് ചാങ് ചൂഡിന്റെ ആ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. അയാൾ അങ്ങനെ പറഞ്ഞതും മാർക്കിന്റെ തൊട്ടുപുറകിൽ സാക്ഷാൽ ടിയാൻ മോങ് പ്രത്യക്ഷപ്പെട്ടു. ഒരു ഭാഗത്ത് ടിയാൻ മോങ്ങും മറുഭാഗത്ത് ചാങ് ചൂഡും. ചാങ് ചൂഡിന്റെ തൊട്ടുമുന്നിൽ ആ സിംഹാസനവും ഉണ്ട്. ശരിക്കും ചാങ് ചൂഡും അതുപോലെ ടിയാൻ മോങ്ങും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മാന്ത്രിക വലയത്തിനുള്ളിലേക്ക് മാർക്ക് ഫെല്ലർ എത്തി എന്നതാണ് സത്യം. മാർക്ക് ചുറ്റും നോക്കുമ്പോൾ തനിക്ക് മുകളിൽ അനുഭവപ്പെടുന്ന ആ പ്രഷർ കൂടിക്കൂടി വരികയാണ്. മാർക്ക് തന്റെ ഇടത്ത് കൈയിരിക്കുന്ന സോഡിലേക്ക് വലത് കൈ ചേർത്ത് പിടിച്ചു. ആ ഗോസ്ലെസ് സോഡ് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ആ സിംഹാസനത്തിനെ ആഞ്ഞു വെട്ടുമ്പോൾ മാർക്ക് പ്രതീക്ഷിച്ച ഇഫക്റ്റ് അവിടെ ഉണ്ടായില്ല. ആ ഗ്രീൻ ലൈറ്റ് ആ സിംഹാസനത്തിനെ പാഞ്ഞു വന്നതും ആ സിംഹാസനം അതിശക്തമായ ഒരു പർപ്പിൾ ലൈറ്റ് വഴി മാർക്കിന്റെ ആ സോഡ് ലൈറ്റിനെ തടുത്തു. ശരിക്കും ആ പർപ്പിൾ ലൈറ്റും ആ ഗ്രീൻ ലൈറ്റും തമ്മിൽ ആകാശത്ത് പരസ്പരം അവരുടെ ശക്തി ഒന്ന് നോക്കുന്ന കാഴ്ചയാണ് നമുക്ക് താഴെ നിൽക്കുമ്പോൾ കാണുക. ശരിക്കും ആ രണ്ട് പ്രകാശവും പരസ്പരം മറികടക്കാൻ ശ്രമിക്കുകയാണ്. ആ പർപ്പിൾ പ്രകാശത്തിന്റെ തൊട്ടുപുറകുള്ള സിംഹാസനത്തിന് പുറകെ നിൽക്കുന്ന ചാങ് ചൂഡ് മാർക്ക് ഫെല്ലറെ അങ്ങനെ തുറച്ചു നോക്കുകയാണ്. മാർക്ക് ഫെല്ലറെ ആ സിംഹാസനത്തിന്റെ പർപ്പിൾ ലൈറ്റ് അവസാനിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അയാൾക്കുള്ളത്. ഈ സമയത്ത് പുറകെ നിൽക്കുന്ന ടിയാൻ മോങ് തന്റെ ഫോർത്ത് ലെവൽ ട്രിബുലേഷൻ കപ്പാസിറ്റി അവസാനം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അയാള് നേരത്തെ ആ പൂച്ച ആക്ടിവിറ്റിയൊക്കെ വിട്ടിട്ട് ശരിക്കും അയാളുടെ ബോഡിക്ക് ചുറ്റുമായി ഫോർത്ത് ലെവൽ ആ ട്രാൻസെൻഡിങ് സ്റ്റേജുകാരന്റെ ഓറ റിലീസ് ചെയ്തു. അതിശക്തമായ പ്രഷർ തൽഫലമായി മുഴുവൻ സ്ഥലത്തും വ്യാപിക്കുകയാണ്. ഫോർത്ത് ലെവലുകാരൻ ആത്യന്തികമായി അതിശക്തനാണ്. ശരിക്കും ആ രണ്ട് ഭാഗത്തു നിന്നും ശക്തമായ പ്രഷർ മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുമ്പോൾ മാർക്ക് ഒരു ശബ്ദം കേട്ടു. മാർക്ക്, ഞങ്ങളെത്തി. ശബ്ദം ചാങ് മാങ്ങിന്റെയാണ്. ചാങ് മാങ്ങും ജൂവും വരുന്ന കണ്ടതും മാർക്ക് ഇടത് കൈയെന്ന് ഉയർത്തിയതും ജൂ മാർക്കിന് നേരെ ആ വള വലിച്ചെറിഞ്ഞു. സുമേരു റിംഗ് അതാണ് മാർക്കിനെതിരെ പാഞ്ഞു വരുന്നത്. ഈ കാഴ്ച ആ ടിയാൻ മോങ്ങും അതുപോലെ ചാങ് ചൂഡും കാണുന്നുണ്ട്. ഒരു റിങ് പാഞ്ഞു വരുന്നത് അവരും കണ്ടു. എന്താണ് ആ റിങ്ങിന്റെ പ്രസക്തി എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് തന്നെ അവര് ലേശം കൗതുകത്തോടെ ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ ഇടത് കൈയിലേക്ക് ആ റിങ് വന്നങ്ങ് വീണു. ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കിന്റെ കയ്യിലേക്ക് ആ റിങ് കയറിയെന്ന് പറയാം. ആ റിങ് മാർക്കിന്റെ കയ്യിലേക്ക് കയറിയതും മാർക്ക് വലത് കൈയെന്ന് അനക്കിയതും ആ റിങ്ങിനകത്ത് നിന്ന് ആ ശവപ്പെട്ടി പുറത്തേക്ക് വന്നതും ഒരേ നിമിഷത്തിലാണ്. ആ ശവപ്പെട്ടി പുറത്തേക്ക് വന്നതും മാർക്ക് ഫെല്ലർ ആ ശവപ്പെട്ടിയുടെ മൂടി അതിവേഗത്തിലേക്ക് തുറന്നു. അടുത്ത നിമിഷത്തിൽ ആ ശവപ്പെട്ടി മാർക്കൊന്ന് ചരിച്ചതും അതിനകത്തുനിന്ന് സാക്ഷാൽ യാവോ കുടുംബത്തിന്റെ എംപീരിയൽ എംപറർ താഴേക്ക് അങ്ങ് വീഴുകയാണ്. ഇതൊക്കെ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് സംഭവിക്കുന്നത്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഒരു ഡെഡ് ബോഡി ശവപ്പെട്ടിക്കകത്തുനിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ താഴ്ന്നു വരുന്നത് ടിയാൻ മോങ്ങും അതുപോലെ ചാങ് ചൂഡും കണ്ടിരുന്നു. അവരും അവരുടെ ആൻസിസ്റ്റേഴ്സിനെ ഇതുപോലെ വിളിച്ചു വരുത്താറുണ്ട്. മാർക്ക് അവന്റെ ആൻസിസ്റ്ററെ വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ ഒരു തോന്നലാണ് അത് കണ്ടപ്പോ ചാങ് ചൂഡിനും അതുപോലെ ടിയാൻ മോങ്ങിനും തോന്നിയത്. മാർക്ക് ഫെല്ലർ ആ ശവപ്പെട്ടി ഒന്ന് തിരിച്ചതും അതിനകത്തുനിന്ന് ഒരു ഡെഡ് ബോഡി ഇളകി താഴേക്ക് വീണു. ആ ഡെഡ് ബോഡി അങ്ങനെ താഴേക്ക് പാഞ്ഞു വരുമ്പോൾ മാർക്ക് ആ നിമിഷത്തിൽ മാർക്ക് പഠിച്ച സോൾ ചോർമൻ മൈൻഡ് ടെക്നിക് ആക്ടിവേറ്റ് ചെയ്തു. ആ ഡെഡ് ബോഡിയിൽ ശരിക്കും യാവോ കുടുംബത്തിന്റെ ആ ഇംപീരിയൽ ചക്രവർത്തിയുടെ ഡിവൈൻ സെൻസിന്റെ ഒരു ചെറിയ അംശമുണ്ട്. ആ ചെറിയ അംശത്തെ
മാർക്ക് ശരിക്കും ആക്ടിവേറ്റ് ചെയ്തു എന്ന് പറയാം. മാർക്കിന്റെ ആ സോൾ ടോർമെന്റ് മൈൻഡ് ടെക്നിക്കിലൂടെ ആ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതും തറയിലേക്ക് വീണ ആ ഡെഡ് ബോഡി ഒന്ന് അനങ്ങി. ഈ കാഴ്ചയൊക്കെ ചാങ് ചൂടും അതുപോലെ ആ ടിയാൻ മോങ്ങും കാണുകയാണ്. താഴെ ഒരു ഡെഡ് ബോഡി വീണത് അവർ കണ്ടിരുന്നു. അവർ ആ നിമിഷത്തിലും അതിശക്തമായ പ്രഷർ മാർക്കിന് മുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഡെഡ് ബോഡി താഴേക്ക് വീണത്. അവരുടെ ശ്രദ്ധ ആ ഡെഡ് ബോഡിയിലേക്ക് തിരിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ ആ സോൾ ടോർമെന്റ് മൈൻഡ് ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തിരുന്നു. മാർക്ക് ആ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത് അവർക്ക് വിസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. താഴെ വീണ ഡെഡ് ബോഡി ഒന്ന് വിറയ്ക്കുന്നത് പെട്ടെന്ന് ചാങ് ചൂടും അതുപോലെ ആ ടിയാൻ മോങ്ങും കണ്ടു. ആ ഡെഡ് ബോഡി ഒന്ന് വിറച്ചപ്പോൾ ഒരു ഞെട്ടൽ സ്വാഭാവികമായിട്ടും അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി. മാർക്ക് അവന്റെ ഏതോ ഒരു ആൻസസ്റ്ററുടെ ഡെഡ് ബോഡി അവിടെ എത്തിച്ചതാണ്. അങ്ങനെ തോന്നൽ ചാങ് ചൂടിനും അതുപോലെ ടിയാൻ മോങ്ങിനും ഉണ്ട്. കാരണം അവരും ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നവരാണല്ലോ. പക്ഷെ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലറുടെ ആ സോൾ ടോർമെന്റ് മൈൻഡ് ടെക്നിക്ക് വഴി ആക്ടിവേറ്റ് ചെയ്ത യാവോ കുടുംബത്തിന്റെ ആ ഇംപീരിയൽ ചക്രവർത്തി സാവധാനം അവിടെ എങ്ങനെ എണീറ്റു. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജുകളെല്ലാം കഴിഞ്ഞ് ഇംപീരിയൽ ചക്രവർത്തിയായി മാറിയ സാക്ഷാൽ യാവോ കുടുംബത്തിന്റെ ആ തലവൻ അങ്ങനെ രണ്ട് കൈകളും കെട്ടി അങ്ങനെ നിന്നിട്ട് ചുറ്റും ഒന്ന് നോക്കി. ഇടതുഭാഗത്ത് ചാങ് ചൂടും വലതുഭാഗത്ത് ടിയാൻ മോങ്ങും. ഈ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ആ ശവപ്പെട്ടി സുമേരു റിങ്ങിനകത്തേക്ക് പിൻവലിച്ചു കഴിഞ്ഞു. സുമേരു റിങ്ങിനകത്തേക്ക് ശവപ്പെട്ടി പിൻവലിച്ച മാർക്ക് ഫെല്ലറുടെ ആ റിങ്ങിൽ നിന്ന് സുമേരു എനർജി പെട്ടെന്നാണ് റിലീസ് ചെയ്യപ്പെട്ടത്. സുമേരു എനർജി അതിവേഗതയിൽ ആ ചുറ്റുപാട്ടത്തേക്ക് എങ്ങനെ പരന്നതും മാർക്കിന് ഒരു ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിലൂടെ മാർക്ക് ജൂവിനെയും ചാങ് മാങ്ങിനെയും കൊണ്ട് ഒത്തിരി പുറകോട്ട് ഓടി മാറി. ഈ സമയത്ത് ആ യാവോ ചക്രവർത്തിയുടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ചാങ് ചൂടും അതുപോലെ ടിയാൻ മോങ്ങും അമ്പരപ്പോടെ അവരെ തന്നെ നോക്കുന്ന ആ ഡെഡ് ബോഡിയിലേക്ക് നോക്കുകയാണ്. ടിയാൻ മോങ് ചാങ് ചൂടിനെ ഒന്ന് നോക്കിയിട്ട് അയാളുടെ കൈയൊന്നുയർത്തിയ ടിയാൻ മോങ് മുന്നോട്ട് കുതിച്ച് അതിശക്തമായി ഒരൊറ്റ ഇടി. സെയിം ടൈമിൽ യാവോ എംപററും അതേപോലെ തിരിച്ചടിച്ചു. യാവോ ചക്രവർത്തിയുടെ വളരെ ചെറിയ ഒരു അളവിലുള്ള ഡിവൈൻ സെൻസ് മാത്രമാണ് ആ ബോഡിയിലുള്ളത്. പക്ഷേ എന്നിട്ടും ആ ഫോർത്ത് ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ടിയാൻ മോങ്ങിന്റെ അതിശക്തമായ ആ ഇടിയെ അവിടെ ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ കൈ പ്രതിരോധിച്ചു. ശരിക്കും ഇമ്മോർട്ടൽ ചക്രവർത്തിയിലെ ആ ഇടിയേറ്റ് ടിയാൻ മോങ് പുറകോട്ട് തെറിക്കുക തന്നെ ചെയ്തു. ടിയാൻ മോങ് തെറിച്ചു വീണ ആ നിമിഷത്തിൽ ടിയാൻ മോങ്ങിന്റെ അടുത്തേക്ക് ചാങ് ചൂട് പാഞ്ഞെത്തി. ചാങ് ചൂടും ടിയാൻ മോങ്ങും ഒന്നിച്ചു ചേർന്നാൽ ഒരു വല്ലാത്ത പവറാണ്. ചാങ് ചൂട് തേർഡ് ലെവൽ ട്രാൻസെൻഡന്റ് സ്റ്റേജുകാരനും ടിയാൻ മോങ് ഫോർത്ത് ലെവലുകാരനാണ്. അവർ രണ്ടും കൂടി ആ യാവോ ചക്രവർത്തിയെ നേരിട്ടാൽ ആ ഇമ്മോർട്ടൽ എംപറർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ശരിക്കും ഇമ്മോർട്ടൽ എംപററുടെ മുഴുവൻ പവറും അയാൾക്കുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ചിന്തയും ഉദിക്കുന്നില്ല. ഇവിടെ വളരെ ചെറിയ ഒരു നേർത്ത അംശം പവർ മാത്രമാണ് ആ ഡെഡ് ബോഡിയിൽ ഉള്ളത്. എന്നിട്ടും ആ ഡെഡ് ബോഡി യാവോ ചക്രവർത്തിയുടെ ആ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ചു എന്നതാണ് സത്യം. രണ്ടാളുകളും തന്നെ നേരിടാനായി പോകുന്നു എന്ന യാഥാർത്ഥ്യം ആ യാവോ ചക്രവർത്തി മനസ്സിലാക്കിയ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ ഈവിളായി മാർക്ക് ആ ടിയാൻ മോങ്ങിനെതിരെ ഒന്ന് നീട്ടി. ശരിക്കും ടിയാൻ മോങ് മാർക്ക് കൈ നീട്ടുന്നത് കണ്ടില്ല എന്നാണ് സത്യം. ടിയാൻ മോങ്ങിന്റെ കയ്യിലേക്ക് ആ ഈവിൾ ഐയിൽ നിന്ന് ഒരു പച്ച പ്രകാശം വന്ന് പതിച്ചതും ടിയാൻ മോങ് ഒന്ന് വിറച്ചു. ടിയാൻ മോങ് വിറച്ച ആ നിമിഷത്തിൽ ടിയാൻ മോങ്ങിന്റെ വലത് കൈ ഒന്ന് മുന്നോട്ട് നീങ്ങി. ടിയാൻ മോങ്ങിന്റെ വലത് കൈ മുന്നോട്ട് നീങ്ങിയതും ആ കൈ ഒന്ന് പതിച്ചത് ചാങ് ചൂടിന്റെ കഴുത്തിലാണ്. ആ ജി കുടുംബത്തിന്റെ തലവൻ ഹെഡ് ചാങ് ചൂട് അമ്പരപ്പോടെ തന്റെ കഴുത്തിൽ പതിച്ചിരിക്കുന്ന ആ കൈയിലേക്ക് നോക്കുമ്പോൾ ചാങ് ചൂടിനെ നോക്കുപോലും ചെയ്യാതെ ടിയാൻ മോങ് ആ കഴുത്തങ്ങ് ഞെരിച്ചു തുടങ്ങി. ടിയാൻ മോങ് ആ നിമിഷത്തിൽ പൂർണ്ണമായും മാർക്ക് ഫെല്ലറുടെ ആ ഈവിൾ ഐയുടെ നിയന്ത്രണത്തിലാണ്. ചാങ് ചൂടിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ചാങ് ചൂട് താഴേക്ക് വീണ് കഴിഞ്ഞു. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ചാങ് ചൂടിന്റെ ആ സോളിനെയും ഡിവൈൻ സെൻസിനെയും ഇന്റേണൽ എനർജിയും ഒരുമിച്ച് വലിച്ചെടുത്തു. മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങനെ ഇരച്ചു കയറുന്നത് ഒരു തേർഡ് ലെവൽ ട്രാൻസെൻഡിങ് സ്റ്റേജുകാരന്റെ ഇന്റേണൽ എനർജിയാണ്. ആ എനർജി മാർക്കിന്റെ പുറത്തേക്ക് അങ്ങനെ ഇരച്ചു കയറുമ്പോൾ ജൂം ചാങ് മാങ് ഒക്കെ അമ്പരന്ന് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലറുടെ ബോഡിയിലേക്ക് എനർജി ഇങ്ങനെ ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച അപ്പുറത്ത് സാക്ഷാൽ ടിയാൻ മോങ്ങും കണ്ടു. ടിയാൻ മോങ്ങിന് എന്താണ് സംഭവിക്കുന്ന ഒരു പിടിയില്ല. അയാൾക്ക് ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ബോധം വരുമ്പോൾ താഴെ ആ ചാങ് ചൂടിന്റെ ഡെഡ് ബോഡി കണ്ടു. ചാങ് ചൂട് എങ്ങനെ ഡെഡ് ബോഡി ആയെന്ന് ചോദിച്ചാൽ അയാൾക്കും അറിയില്ല. അയാളുടെ തൊട്ടടുത്ത് ചാങ് ചൂട് വന്നത് അയാൾ നേരത്തെ അറിഞ്ഞതാണ്. പക്ഷെ ഏതാനും സെക്കൻഡ് നേരം അയാൾക്ക് ബോധം പോയ കാര്യം ടിയാൻ മാങ്ങിന് ഓർമ്മയുണ്ട്.
ആ സമയത്ത് അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു. ഒരു വല്ലാത്ത ടെൻഷൻ അയാൾക്ക് ഉണ്ടാകുമ്പോഴേക്കും ഇമ്പീരിയൽ ചക്രവർത്തി യാവോ മുന്നോട്ട് കുതിക്കുകയും ആ ടിയാൻമോങ്ങിന് നേരെ ആഞ്ഞ് പഞ്ച് ചെയ്യുകയും ചെയ്തു. സ്വബോധം വീണ്ടും കിട്ടിയിരുന്ന ടിയാൻമോങ്ങും അതിനനുസരിച്ച് പ്രതികരിച്ചു. ശക്തരായ രണ്ട് യോദ്ധാക്കളുടെ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടി. ശരിക്കും ആ ഡെഡ് ബോഡിക്ക് പരിക്കൊന്നുമില്ല. ടിയാൻമോങ് അതിശക്തനാണല്ലോ, ടിയാൻമോങ്ങിനും പരിക്കൊന്നുമില്ല. തുടർന്ന് അവിടെ ആ രണ്ട് യോദ്ധാക്കളും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ശ്വാസം അടക്കി പിടിച്ച് ഈ കാഴ്ച ചാങ്മോങ്ങും ജൂവും കണ്ടു നിൽക്കുമ്പോൾ മാർക്ഫെൽഡെ ബോഡിക്കുള്ളിലെ ആ സുവർണ രൂപം പെട്ടെന്ന് ആക്ട് ചെയ്തു. പെട്ടെന്നാണ് ആ സുവർണ രൂപം സുവർണ പ്രകാശം കൊണ്ട് ആ ബ്ലാക്ക് മാർക്ഫെല്ലറെ പൂർണ്ണമായും അങ്ങ് മൂടുന്നത്. ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും മാർക്ഫെല്ലർക്ക് ഉള്ളിലെ ആ ബ്ലാക്ക് മാർക്ഫെല്ലറെ മാർക്കിന്റെ യഥാർത്ഥ ആ സുവർണ രൂപം പിടികൂടി കഴിഞ്ഞു, അല്ലെങ്കിൽ നിയന്ത്രിച്ചു കഴിഞ്ഞു. തൻ്റെ ബോഡി പൂർണ്ണമായും നിയന്ത്രണ വിധേയമായെന്ന് കണ്ടതും മാർക്ഫെല്ലർ കൈയൊന്നുയർത്തി. അനവധി മിന്നലുകളാണ് തൽഫലമായി ഉണ്ടായത്. ആ രണ്ട് രൂപങ്ങൾ തമ്മിൽ ഫൈറ്റ് നടക്കുന്നിടയിൽ മാർക്കിന്റെ കയ്യിൽ നിന്നുയർന്ന അതിശക്തമായ മിന്നലുകൾ തുരുതുര ആ ടിയാൻമോങ്ങിന് പുറത്തേക്ക് വിടുന്നതും ടിയാൻമോങ് അങ്ങ് ചിതറി. മാർക്ഫെല്ലർ ടിയാൻമോങ്ങിന്റെ ഡിവൈൻ സെൻസിനെയും അതുപോലെ സോളിനെയും അതേപോലെ തന്നെ അയാളുടെ ഇന്ത്യൻ എനർജിയും ആ നിമിഷം വലിച്ചെടുത്തു. ഈ നിമിഷത്തിൽ മാർക്ഫെല്ലർ ഇമ്പീരിയൽ ചക്രവർത്തിയെ മാർക്ക് നോക്കുമ്പോൾ ഇമ്പീരിയൽ ചക്രവർത്തി ശരിക്കും ഒന്ന് പരിക്കുന്നുണ്ട്. ഈ കാഴ്ച ജൂവിനും അതുപോലെ ചാങ്മാങ്ങിനും ഉണ്ടാക്കിയ അമ്പരപ്പിന് ഒരു അളവുമില്ലെന്ന് പറയാം. മാർക്ഫെല്ലർ കൈ കാണിച്ചതും ഇമ്പീരിയൽ ചക്രവർത്തി ആ നിമിഷത്തിൽ സുമേരു റിങ്ങിനകത്തേക്ക് കടന്നു. മാർക്ക് ഇമ്പീരിയൽ ചക്രവർത്തിയെ ഈ പ്രാവശ്യം ആ മാസ്ക് വെച്ച സ്ത്രീയുടെ പെട്ടിക്കകത്ത് കിടത്തിയില്ല എന്നതാണ് സത്യം. ആ ഇമ്പീരിയൽ ചക്രവർത്തി ഇപ്പോൾ പൂർണ്ണമായും മാർക്കിന്റെ നിയന്ത്രണത്തിലാണ്. മാർക്കിന്റെ ഒരു ബോഡി ഗാർഡായി ആ ഇമ്പീരിയൽ ചക്രവർത്തി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. ചാങ്മാങ്ങും ജൂവും വല്ലാതെ ഞെട്ടി നിൽക്കുകയാണ്. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന്. മാർക്ഫെല്ലർ ജൂവിനോടും ചാങ്മാങ്ങിനോടും പറഞ്ഞു, ഇവിടെ എക്സ്പ്ലോർ ചെയ്യും, നിങ്ങൾ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കും, ഇവിടെയുള്ള എല്ലാം നമുക്കുള്ളതാണ്. ജി കുടുംബം എത്രയോ എത്രയോ കാലങ്ങളായി സ്വരൂപിച്ച മുഴുവൻ സ്വത്തുക്കളും തിരഞ്ഞു പിടിക്കാനുള്ള ഉത്തരവാണ് മാർക്ഫെല്ലർ ചാങ്മാങ്ങിനും ജൂവിനും കൊടുത്തത്. അതേ നിമിഷത്തിൽ സുമേരു റിങ്ങിൽ നിന്ന് മാർക്ക് സകല ആളുകളെയും പുറത്തിറക്കി. അവരെല്ലാവരും ചേർന്ന് ആ ജൂ കുടുംബത്തെ അരിച്ചു പറക്കി തുടങ്ങി. ചാങ് റേയും മിലിയും ഉൾപ്പെടെ എല്ലാവരും അതിനകത്തുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് പിയാവോയും ക്യൂരിനും ഉൾപ്പെടെയുള്ള ആളുകൾ. അവരെല്ലാവരും കൂടി ആ ജി കുടുംബത്തിന്റെ നിലവറകളും ജി കുടുംബത്തിലെ സ്വത്തുക്കളും അരിച്ചെടുക്കുമ്പോൾ മാർക്ഫെല്ലർ ചാങ് ചൂഡിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു പ്രത്യേക സാധനം അഴിച്ചെടുത്തു കഴിഞ്ഞു. ചാങ് ചൂഡിന്റെ ചുറ്റുമായി ഒരു കവർ പോലെ 5 നക്ഷത്രങ്ങളുണ്ട്. 5 ചക്രവർത്തിമാരുടെ ശക്തി മുഴുവൻ സമാഹരിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് അതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 ചെറിയ സ്റ്റാറുകൾ അതിനകത്തുണ്ട്. മാർക്ഫെല്ലർ ആ ബ്രേസ്ലെറ്റ് എടുത്ത് മാർക്കിന്റെ കയ്യിലേക്ക് ഇട്ടു. മാർക്ക് ആ ബ്രേസ്ലെറ്റ് ഇട്ടതും മാർക്കിന്റെ ആ ബ്രേസ്ലെറ്റ് ഇട്ട സ്ഥലത്ത് ശരിക്കും ഒരു പ്രകാശം ഉണ്ടായി. ആ പ്രകാശം പെട്ടെന്ന് മാർക്കിന്റെ എൻറ്റയർ ബോഡിയിലേക്ക് അങ്ങ് വ്യാപിച്ചു. മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ ഗോസ്റ്റ് സോഡും ആ ഈവിൾ ഐയും ഈ പറഞ്ഞ ബ്രേസ്ലെറ്റും ഒരു കുടുംബവുമായി കണക്റ്റഡ് ആണെന്ന് ആ പ്രകാശം പരസ്പരം സമന്വയിക്കുമ്പോൾ ആർക്ക് മനസ്സിലാവും. മാർക്കിന്റെ ഡിവൈൻ സെൻസുമായി ഇതെല്ലാം കണക്ട് ആവുകയാണ്. മാർക്കിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ശൈലിയിൽ മാർക്ക് പവർഫുൾ ആയിരിക്കുകയാണ്. ഒരു 4th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജുകാരനെ കൊലപ്പെടുത്താൻ പറ്റുന്ന ശൈലിയിലേക്ക് മാർക്കിന്റെ പവർ വളർന്നിരിക്കുകയാണ്. എന്തായാലും അടുത്ത 2 മണിക്കൂറിനകത്ത് ആ ജി കുടുംബത്തിനകത്തുണ്ടായിരുന്ന മുഴുവൻ സ്വത്തുക്കളും സുമേരു റിങ്ങിനകത്തേക്ക് കയറി. എല്ലാം കയറി കഴിഞ്ഞെന്ന് ഉറപ്പായിരുന്നു. മാർക്ക് ആ സുമേരു റിങ്ങുമായി തണ്ടർ കോർട്ട്യാർഡിലേക്ക് തിരിച്ചു. തണ്ടർ കോർട്ട്യാർഡിലേക്കുള്ള യാത്രക്കിടയിൽ മാർക്കിനോട് ജൂവും അതുപോലെ ചാങ്മാങ്ങും നിർത്താതെ ചോദിക്കുകയാണ്, മാർക്ക് എന്താ ഉണ്ടായേ? മാർക്ക് അവരോട് പറഞ്ഞു, അതൊക്കെ നമുക്ക് ഡീമൺ സ്ലെയിങ് പീക്കിൽ എത്തിയിട്ട് സംസാരിക്കാം, തൽക്കാലം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. മാർക്കിന് ശരിക്കും ഒരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. നടത്തിയത് സമാനതയില്ലാത്ത ഒരു യുദ്ധമാണല്ലോ. മാർക്ഫെല്ലറുടെ ആ സുമേരു റിങ്ങിനെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് ചാങ്മാങ്ങും ജൂവും ചേർന്നിട്ടാണ്. ആ സുമേരു റിങ് ശരിക്കൊരു വാർഷിപ്പ് പോലെ ആകാശത്തൂടെ അങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഏകദേശം വൈകുന്നേരം ആകാറായപ്പോൾ അവര് ഡീമൺ സ്ലെയിങ് പീക്കിലെത്തി. ഡീമൺ സ്ലെയിങ് പീക്കിൽ ആ റിങ് ലാൻഡ് ചെയ്തതും മാർക്കും ചാങ്മാങ്ങും ജൂവും ആ സുമേരു റിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി. അവർ പുറത്തിറങ്ങുമ്പോൾ അവരെ കാത്തു നിൽക്കുകയാണ് സാക്ഷാൽ ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും.
ഡീലിയെ കണ്ടതും മാർക്ക് ഡീലിക്ക് അടുത്തേക്ക് ഓടി വന്നു. ഡീലി, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് മാർക്ക്, നീ ആ ജി കുടുംബത്തെ ഇല്ലാതാക്കിയ ആ നിമിഷത്തിൽ ഇവിടെയുള്ള ശാപമെല്ലാം അപ്രത്യക്ഷമായി. ശരിക്കും ഡീമൺ സ്ലെയിൻ പീക്കിലെ മുഴുവൻ ആളുകളെയും ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ജി കുടുംബത്തിലെ ആ മാന്ത്രികർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ മാർക്ക് ജി കുടുംബത്തെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ച് മാറ്റി ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ ശാപവും ആ നിമിഷം അപ്രത്യക്ഷമാവുകയായിരുന്നു. മാർക്കിനെ തന്നെ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് ഫ്ലവർ ഗ്രാനി. ഫ്ലവർ ഗ്രാനി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടതും മാർക്ക് ഫ്ലവർ ഗ്രാനിയോട് ചോദിച്ചു, ഫ്ലവർ ഗ്രാനി എന്താ എന്നെയും നോക്കുന്നത്? മാർക്ക്, ഞാൻ നിന്നെ അങ്ങ് പഠിക്കുകയാണ്. മാർക്ക്, നീ ഒരുപാട് ശക്തി നേടിയിട്ടുണ്ട്, അതെന്തായാലും നല്ല കാര്യമാണ്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ്. ഡീലിയുടെ മുഖത്തും വല്ലാത്തൊരു സന്തോഷമുണ്ട്. അയാളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണല്ലോ മാർക്ക് ഫെല്ലർ. ആ മാർക്ക് ഫെല്ലർ ഒരുപാട് വളർന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആശാന് സന്തോഷം തോന്നുമല്ലോ. മാർക്ക് കൊലപ്പെടുത്തിയ കൂട്ടത്തിൽ ജി കുടുംബത്തിലെ 4th ലെവൽ ട്രാൻസ്സെൻഡിങ് സ്റ്റേജുകാരനുണ്ട്. അതാണ് ഡീലിയെ വല്ലാതെ അമ്പരപ്പിക്കുന്നത്. ഡീലി മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ ഗോസ്റ്റ് സോഡും അതുപോലെ ഈവിളായും കണ്ടു. മാർക്ക്, ഇത് നീ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാവൂ. അങ്ങനെ മാർക്കിനോട് ഡീൻലി പറഞ്ഞതും മാർക്ക് ഡീൻലിയെയും ഫ്ലവർ ഗ്രാനിയും ആ സുമേരു റിങ്ങിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു. അവർ അകത്ത് വരുമ്പോൾ ചാങ്മാങ്ങും ജൂവും കൂടെ എത്തി. അകത്ത് കയറിയ ഡീൻലിക്ക് വല്ലാത്തൊരു അമ്പരപ്പ്. ഒരു സൂപ്പർ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടന്ന പ്രതീതിയാണ് അദ്ദേഹത്തേക്ക് കടക്കുമ്പോൾ ഡീൻലിക്ക് തോന്നുന്നത്. ഡീൻലി ഇഷ്ടംപോലെ മിസ്റ്റിക് വേൾഡുകൾ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഈ മിസ്റ്റിക് വേൾഡ് ഡീൻലിയെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഫ്ലവർ ഗ്രാനി കൗതുകത്തോടെ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ചെന്ന് പതിച്ചത് കൈകൾ പുറകിൽ കെട്ടി അങ്ങനെ നിൽക്കുന്ന സാക്ഷാൽ ഇമോർട്ടൽ ചക്രവർത്തി യാവോയാണ്. ആ കാഴ്ച കണ്ട ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും അമ്പരപ്പോടെ മാർക്ക് നോക്കി. മാർക്ക്, ഇത് ഡീൻലി, ഞാൻ യാവോ ചക്രവർത്തിയെ ശരിക്കും ഒന്ന് ട്യൂൺ ചെയ്തിരിക്കുകയാണ്. മാർക്ക്, നീ എന്തായി പറയുന്നത്? ട്യൂൺ ചെയ്തു എന്ന് പറയുമ്പോൾ നീ യാവോ ചക്രവർത്തിയെ നിന്റെ ബോഡി ഗാർഡാക്കി എന്നുള്ള പറഞ്ഞു വരുന്നത്? ഏതാണ്ട് അതുപോലെ തന്നെ. അത് കേട്ടപ്പോൾ ഒരു പുഞ്ചിരി ആ ഡെഡ് ബോഡിയുടെ മുഖത്ത് വിരിഞ്ഞതുപോലൊരു തോന്നൽ ഫ്ലവർ ഗ്രാനിക്ക് തോന്നുകയും ചെയ്തു. ശരിക്കും ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും മാത്രമല്ല, ആ സുമേരു റിങ്ങിലെ മുഴുവൻ ആളുകളും വല്ലാതെ അത്ഭുതത്തിലാണ്. ആ ഡെഡ് ബോഡി സാധാരണഗതിയിൽ അവർ സൂക്ഷിക്കുക മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടിക്കുള്ളിലാണല്ലോ. ഇപ്പോൾ ശവപ്പെട്ടിക്കുള്ളിലല്ലാതെ പുറത്ത് നിൽക്കുന്ന കണ്ടപ്പോഴേ ആ ലിറ്റിൽ ഫാറ്റിയും ക്യൂനെയൊക്കെ ഓടി ദൂരോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ആ യാവോ ചക്രവർത്തി നിശബ്ദനായി അങ്ങനെ നിൽക്കുന്ന കാഴ്ച അവരിൽ ഭയവും അതേപോലെ അമ്പരപ്പും ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും എല്ലാവരും മാർക്ക് പറഞ്ഞത് കേട്ടപ്പോൾ വല്ലാത്തൊരു ആശ്വാസത്തിലായി. മാർക്കിന്റെ ബോഡി ഗാർഡായി യാവോ ചക്രവർത്തി മാറിയിരിക്കുന്നു. വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. മാർക്കിന് അത് കഴിഞ്ഞത് ആ ചെകുത്താന്മാരുടെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ മാർക്കിനെ പറ്റിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇമോർട്ടൽ ചക്രവർത്തി ലീഡ് ആർവോ പ്രാക്ടീസ് ചെയ്തതും മാർക്കിനെ സഹായിച്ചു. അതുപോലെ ഊജിയിട്ടതും ഇതെല്ലാം കൂടി മാർക്ക് സംയോജിപ്പിച്ചപ്പോഴാണ് മാർക്കിന് ആ ഡെഡ് ബോഡിയിലെ അവസാന തുള്ളി ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത്. ആ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്യാനായി മാർക്ക് ഉപയോഗിച്ചത് മാർക്കിന്റെ ബോഡിയിലെ ഊർജ്ജമാണ്. ആ ഊർജ്ജം മാർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ നിന്ന് ഒരു പാർട്ട് കൂടി മാർക്ക് ആ ഡിവൈൻ സെൻസുമായി കണക്ട് ചെയ്തു. അതുകൊണ്ടാണ് മാർക്കിന് ആ യാവോ ചക്രവർത്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. വിശേഷങ്ങൾ പങ്കുവെച്ച മാർക്ക് ഫെല്ലർ ഡീലിയോട് പറഞ്ഞു, ഡീലി, ഞാൻ ആ ജി കുടുംബത്തിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ജൂ ചാങ്മാങ്ങും ജീനയും കൂടെയുള്ള എല്ലാ ആളുകളും ചേർന്ന് ആ സാധനങ്ങളെല്ലാം പുറത്തെടുത്തു വെച്ചു. ശരിക്കും അമൂല്യങ്ങളായ ആർട്ടിഫാക്റ്റുകളും പിൽസുകളും എന്ന് വേണ്ട 100 കണക്കിന് വ്യത്യസ്ത സാധനങ്ങളുടെ വൻ ശേഖരമാണ് മാർക്ക് ജി കുടുംബത്തിൽ നിന്ന് അവിടെ എത്തിച്ചിരിക്കുന്നത്. ആ സുമേരും ശരിക്കും വിശാലമായതുകൊണ്ട് അതൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റിയെന്ന് മാത്രം. ആ ശേഖരം കണ്ട ഡീലിയും ഫ്ലവർ ഗ്രാനിയും അമ്പരപ്പോടെ ആ ശേഖരത്തിലേക്ക് നോക്കുമ്പോൾ മാർക്ക് ഡീലിയോട് പറഞ്ഞു, ഡീലി, ഇതൊക്കെ അങ്ങേക്കുള്ളതാണ്. ഹേയ് മാർക്ക്, അതൊന്നും വേണ്ട, അതല്ല ഡീലി, എടുക്കണം. നമുക്കിവിടെ തണ്ടർ കോർട്ട്യാർഡിൽ ഒരുപാട് ആളുകളില്ലേ, അവരെ പരിശീലിപ്പിക്കാൻ ഇതൊക്കെ ഗുണപ്പെടും. അങ്ങനെ മാർക്ക് നിർബന്ധിച്ചപ്പോൾ ഡീലിയും ഫ്ലവർ ഗ്രാനിയും ചേർന്ന് അവിടെയുള്ള സാധനത്തിൽ പകുതി മാത്രം എടുത്തിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ബാക്കി പകുതി നീ തന്നെ വെച്ചേരെ, ഇവിടെയും ആളുകളുണ്ടല്ലോ, അവർക്ക് ഇത് ഉപയോഗപ്പെടും. മാർക്ക്, പക്ഷെ നീ ശ്രദ്ധിക്കണം, നിന്റെ കയ്യിൽ ഇപ്പോൾ പലതുമുണ്ട്. അത് ഒരുപാട് ആളുകൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കൂടിയാണ്. അവര് നിന്നെ
വേട്ടയാടാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. മാർക്കിന് അതറിയാം. ആ ഗോസ്റ്റ്ലി സോഡും ആ ഈവിൾ ഐയും പലരെയും ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. മാർക്കിൻ്റെ ആ ഇടത് കയ്യിൽ കിടക്കുന്ന ആ ബ്രേസ്ലെറ്റ്, അത് ശരിക്കും ഒരു അമൂല്യ സംഭവമാണ്. ആ ബ്രേസ്ലെറ്റ് 5 ചക്രവർത്തിമാരുടെ പൂർണ്ണ ഊർജവും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ബ്രേസ്ലെറ്റാണ്. ആ ബ്രേസ്ലെറ്റ് ശരിക്കും ഉപയോഗിക്കാൻ ആ ചാങ് ചൂഡിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ മാർക്കിന് ഒരു കാരണവശാലും ചാങ് ചൂഡിനെ കൊലപ്പെടുത്താൻ പറ്റുമായിരുന്നില്ല. ശരിക്കും ചാങ് ചൂഡിനെ കൊന്നത് ടിയാൻ മോങ് ആണ്. ആ ടിയാൻ മോങ്ങിനെ നിയന്ത്രിക്കാൻ മാർക്കിന് ആ ഈവൺ ഐയിലൂടെ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ മാർക്ക് അവിടെ വിജയിച്ചത്. അതൊരു സ്നീക്ക് അറ്റാക്ക് ആയിരുന്നു വേണമെങ്കിൽ പറയാം, ഒളിച്ചുള്ള ആക്രമണം എന്ന് പറയാം. മാർക്കിന് അറിയാം ത്രട്ട് ഇനിയും വരുന്നുണ്ട്. മൂന്നാമതായി മാർക്കിന്റെ കയ്യിലുള്ളത് ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടിയാണ്. അത് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുള്ള വസ്തുവാണ്. നാലാമതായി മാർക്കിന്റെ കയ്യിൽ യാവോ ചക്രവർത്തിയുടെ ഡെഡ് ബോഡി ഉണ്ട്. അത് മോഹിക്കാത്ത ആളുകൾ കുറവായിരിക്കും. പിന്നെയാണ് മാർക്കിന്റെ കയ്യിലുള്ള ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ ഊജിയിൽ നിന്ന് മാർക്ക് നേടിയത്. അതിനും പുറമെ മാർക്കിന്റെ കയ്യിൽ അമാനുഷികമായ മറ്റൊരു കാര്യമുണ്ട്, ഹാർട്ട് ഓഫ് തണ്ടർ. ഇമോർട്ടൽ ചക്രവർത്തി ലീ മാർക്കിന് നൽകിയ ആ ഹാർട്ട് ഓഫ് തണ്ടർ മാർക്ക് മനസ്സിൽ വിചാരിക്കുന്ന സമയത്തൊക്കെ ഇടിമിന്നലും ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു അമാനുഷിക സംവിധാനമാണ്. ഈ ശൈലിയിൽ മാർക്ക് നോക്കിയാൽ മാർക്കിന്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിലൊന്നിലും പെടാത്ത ഒരു സാധനം കൂടി മാർക്കിന്റെ കയ്യിലുണ്ട്. മാർക്ക് ഇതുവരെയും അത് എടുത്തിട്ടില്ല എന്ന് മാത്രം. അത് മാർക്കിന്റെ കൂടെയുള്ള ജീനയുടെ സ്വന്തമാണ്. അതൊരു വാളാണ്. ആ വാള് കിട്ടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജീനയെ ജി കുടുംബമായാലും ബാക്കി എല്ലാ കുടുംബമായാലും വേട്ടയാടിക്കൊണ്ടേയിരുന്നത്. ജീന ആ വാള് മാർക്കിന് ഒരു ദിവസം കാണിച്ചു കൊടുത്തതാണ്. മാർക്ക് ആ വാളിനടുത്തേക്ക് ചെന്നപ്പോൾ ആ വാള് മാർക്കിന് വഴങ്ങാൻ ലേശൊരു ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ട് മാർക്ക് ആ വാളിൽ തൊടാതിരുന്നതാണ്. ആ വാള് സകലത്തിനും മുകളിലുള്ള ഒരു വാളാണ്. ആ വാള് എന്ന് മാർക്കിന്റെ കയ്യിലേക്ക് വരുന്നുവോ അന്ന് മാർക്ക് തികച്ചും അമാനുഷ്യനാകുമെന്ന് മാർക്കിന് പോലും അറിയാം. പക്ഷെ മാർക്ക് എന്തുകൊണ്ടോ ആ വാള് സ്വന്തമാക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടില്ല. ആ കാര്യം പക്ഷെ പുറത്താർക്കും അറിയത്തില്ലല്ലോ. മാർക്കിന്റെ കയ്യിലുള്ള ആ വാള് എല്ലാവരെയും മോഹിപ്പിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഡീനിലേക്കും ഫ്ലവർ ഗ്രാനിക്കും അറിയാം. ഇവയെ മോഹിച്ചുകൊണ്ട് എന്തായാലും ആളുകൾ തിരക്കി വരിക തന്നെ ചെയ്യും. മാർക്ക് ഫെല്ലർ ഡീനിലേക്കും ഫ്ലവർ ഗ്രാനിക്കും ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്ത് അവരെ യാത്രയാക്കി കഴിഞ്ഞതും മാർക്ക് ആ ദിവസം നേടിയ സാധനങ്ങൾ ഉപയോഗിച്ച് ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നു. സകലരും ഇപ്പോൾ അതിശക്തരാണ്. അങ്കിൾ ഗുവാൻ ഉൾപ്പെടെയുള്ള പല ആളുകൾ ഇപ്പോൾ പീക്ക് ലെവൽ ട്രൂ സൈറ്റുകളാണ്. അവരൊക്കെ ട്രാൻസ്ജെൻഡിങ് സ്റ്റേജിലേക്ക് ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കാണെങ്കിൽ അവരുടെയൊക്കെ താഴെയാണ്, 4th ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. മാർക്കിന് 4th ലെവൽ ട്രൂ സൈനിൽ നിന്ന് 5th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. മാർക്കിന്റെ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് മാർക്കിനെ തടയുന്നത്. അങ്കിൾ ഗുവാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാർക്ക് നൽകിയ ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിവേഗം കൾട്ടിവേഷനിലേക്ക് കടന്നു. ഇപ്പോൾ ആ സുമേരു റിങ്ങിനകത്തുള്ളവരെല്ലാം തന്നെ അതിശക്തരായ യോദ്ധാക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യുനും പിയാവോയും ജീനയും നല്ല കൾട്ടിവേറ്റേഴ്സ് ആയി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് ഡീമൺ സ്ലെയിം പീക്കിലെ മാർക്കിന്റെ മുറിയിലേക്ക് ഒരാള് മാർക്കിനെ കാണാൻ എത്തിയിരിക്കുന്ന കാര്യം മാർക്കിന് അതിഥികളുള്ള കാര്യം അറിയിക്കുന്നത്. മാർക്ക് ഫെല്ലർ ആ റൂമിന്റെ പുറത്തെത്തുമ്പോൾ അവിടെ മാർക്കിനെ കാത്ത് 2 പേരുണ്ട്. അവരെ കണ്ടതും മാർക്കിന് വലിയ സന്തോഷം. വന്നിരിക്കുന്നത് യാവോ മെങ്ങും ജിയാങ് ഹിയുമാണ്. ജിയാങ് ഹി കണ്ടതും മാർക്ക് ഓടി അദ്ദേഹത്തിന് അടുത്തെത്തി സീനിയർ എന്ന് വിളിച്ചതും ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എന്നെ സീനിയർ എന്നൊന്നും വിളിക്കണ്ട, ജിയാങ് ഹി അത് മതി. അത് കേട്ടതും മാർക്ക് ജിയാങ് ഹിയോട് പറഞ്ഞു, ഓക്കെ ബിഗ് ബ്രദർ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ബിഗ് ബ്രദർ ജിയാങ് ഹി എന്ന് മാർക്ക് പതുക്കെ ആ പേരിങ് പരിഷ്കരിക്കുകയാണ്. നേരത്തെ ജിയാങ് ഹിയെ സീനിയർ എന്നാണ് മാർക്ക് വിളിക്കുക. യാവോ മെങ്ങിനും മാർക്കിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം. യാവോ മെങ്ങിനെയും ജിയാങ് ഹിയും മാർക്ക് സ്വീകരിച്ച് മാർക്കിനെ മുറി കൊണ്ടിരുത്തുമ്പോൾ മാർക്കിന്റെ പുറകിലായി ഒരാളങ്ങനെ നിൽക്കുകയാണ്. ഒരു ബോഡി ഗാർഡിനെ പോലെ നിൽക്കുന്ന ആ ആളെ കണ്ട ജിയാങ് ഹിയും അതുപോലെ യാവോ മെങ്ങും വല്ലാതെ ഞെട്ടിയെന്ന് പറയാം. കാരണം അവർക്ക് ആ രൂപം മനസ്സിലായി. ആ രൂപത്തിന് മാർക്ക് ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. മാർക്ക് ധരിക്കുന്ന പോലുള്ള വസ്ത്രങ്ങളൊക്കെ ആ രൂപവും ധരിച്ചിട്ടുണ്ട്. പക്ഷെ ആ രൂപത്തെ എങ്ങനെ മാർക്ക് ഒരിക്കലും യാവോ എങ്ങനെ ആളെ മനസ്സിലാവും? യാവോ അമ്പരപ്പോടെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഇത് ഞങ്ങളുടെ ഇമ്പീരിയൽ ചക്രവർത്തിയല്ലേ? അതേ യാവോ മെങ്,
ഇത് സാക്ഷൽ യാവോ ചക്രവർത്തി തന്നെയാണ്. യാവോ കുടുംബത്തിന്റെ ഇമ്പീരിയൽ ചക്രവർത്തിയെ മാർക്ക് ഫെല്ലർ ഇതാ മെരുക്കിയെടുത്ത് മാർക്കിന്റെ ബോഡി ഗാർഡാക്കി മാറ്റിയിരിക്കുന്നു. വിശ്വസിക്കാനാവാതെ യാവോ മെങ് ആ ഇമ്പീരിയൽ എംപററെ ഒന്ന് നോക്കിയതും ഇമ്പീരിയൽ എംപറർ മുന്നോട്ട് നടന്നു തുടങ്ങി. മുന്നോട്ട് നടന്ന ആ ഇമ്പീരിയൽ ചക്രവർത്തിയുടെ രൂപവും ഭാവവും മാറും പോലെ മാർക്കിന് തോന്നിയതും യാവോ മെങ് എണീറ്റു. യാവോ മെങ് ആ ഇമ്പീരിയൽ ചക്രവർത്തിയെ ഒന്ന് തലകുനിച്ച് വണങ്ങിയതും ആ ചക്രവർത്തി കൈ നിവർത്തി യാവോയെ ആഞ്ഞു നിടിച്ചു. തികച്ചും അപ്രതീക്ഷിതമായി യാവോ കുടുംബത്തിന്റെ ആ ഇമ്പീരിയൽ ചക്രവർത്തി യാവോ മെങ്ങിനെ ആഞ്ഞിടിച്ചപ്പോൾ മാർക്ക് അത് തടയാൻ ശ്രമിച്ചതാണ്. പക്ഷേ മാർക്കിനെ വിലക്കിക്കൊണ്ട് യാവോ മെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് വേണ്ട, ഞാൻ നോക്കാം. യാവോ മെങ് ഉടൻ തന്നെ അവളുടെ ഓറ റിലീസ് ചെയ്തുകൊണ്ട് അതേ ശക്തിയിൽ തിരിച്ച് ആ ഇമ്പീരിയൽ ചക്രവർത്തിയുടെ കയ്യിലേക്ക് ആഞ്ഞിടിച്ചു. രണ്ട് അതിശക്തരായ യോദ്ധാക്കളുടെ അതിശക്തമായ പഞ്ച്, അതാണ് അവിടെ സംഭവിച്ചത്. രണ്ടുപേരുടെയും പഞ്ച് ഒരു സ്ഫോടനം തന്നെ അവിടെ ഉണ്ടാക്കിയെന്ന് പറയാം. പെട്ടെന്നാണ് യാവോ മെങ്ങും ഇമ്പീരിയൽ ചക്രവർത്തിയും ആ ഡീമൺ സ്ലെയിം പീക്കിന്റെ തുറസായ പ്ലേസിലേക്ക് മാറിയത്. ഈ കാഴ്ച സ്വാഭാവികമായിട്ടും അനവധി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഡീമൺ സ്ലെയിം പീക്കിലെ ആളുകളൊക്കെ ഓടിക്കൂടുമ്പോൾ യാവോ മെങ്ങും ആ ഇമ്പീരിയൽ ചക്രവർത്തി തമ്മിൽ ഒരു ഫൈറ്റ് ആരംഭിച്ചു. ഇമ്പീരിയൽ ചക്രവർത്തി വളരെ മനോഹരമായി വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് യോദ്ധാക്കൾ തമ്മിലുള്ള ഫൈറ്റ് ആയിട്ട് മാത്രമേ ആളുകൾക്ക് ആ കാഴ്ച കാണുമ്പോൾ തോന്നത്തുള്ളൂ. ഇമ്പീരിയൽ ചക്രവർത്തിയുടെ ശക്തമായ പഞ്ചുകൾക്ക് അതേ ശൈലിയിൽ യാവോ മെങ് മറുപടി കൊടുക്കുകയാണ്. യാവോ മെങ് യഥാർത്ഥത്തിൽ ഇപ്പോ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ലെവൽ 2 ആണ്. അതായത് സോൾ സ്റ്റാച്യു സ്റ്റേജിൽ യാവോ മെങ് എത്തിയെന്നാണ്. യാവോ മെങ് മാത്രമല്ല, ജിയാങ് ഹിയും ഇപ്പോ സെക്കൻഡ് സ്റ്റേജിലാണ്. സെക്കൻഡ് സ്റ്റേജിലുള്ള ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും യാവോ മെങ് നമ്മുടെ പ്രതീക്ഷ നിലനിർത്തിയിരിക്കുകയാണ്. അവർ രണ്ടുപേരും പൈറോയിലായിരിക്കുമ്പോൾ യാവോ മെങ് അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അന്ന് പൈറോയിൽ ഏറ്റവും ടാലന്റഡ് ആയുള്ള ആളുകളെ എണ്ണുമ്പോൾ നമ്മൾ എന്തായാലും യാവോ മെങ്ങിനെ എണ്ണിപ്പോകുമായിരുന്നു. അന്ന് ജിന്യാവോ ബ്ലാക്ക് സകല ജൂനിയേഴ്സിന് മുകളിൽ അങ്ങനെ തലപ്പത്ത് നിൽക്കുമ്പോൾ ജിയാങ് ഹി ഉൾപ്പെടെയുള്ള മറ്റു പലർക്കും യാവോ മെങ്ങാണ് നമ്പർ 1 എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യാവോ പക്ഷേ താനാണ് നമ്പർ 1 എന്ന് പറഞ്ഞു നടക്കാറില്ല. ജിന്യാവോ അതല്ല. ജിന്യാവോ എപ്പോഴും ആളുകൾ പറയുന്നത് അയാൾ തന്നെയാണ് നമ്പർ 1 എന്നാണ്. ആ കാലഘട്ടമൊക്കെ പെട്ടെന്ന് മാർക്കിന്റെയും ജിയാങ് ഹിയുടെയും മനസ്സിലേക്ക് ഓടി വരുമ്പോൾ മറുഭാഗത്ത് യാവോ മെങ്ങും ആ ഇമ്പീരിയൽ ചക്രവർത്തി തമ്മിൽ ശക്തമായ ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റ് കാണുന്ന മാർക്ക് ഫെല്ലർക്കും ജിയാങ് ഹിക്കും ഒരു കാര്യം അറിയാം, യാവോ മെങ്ങിനെ കൊല്ലാൻ ആ ഇമ്പീരിയൽ ചക്രവർത്തിക്ക് ഒരു താല്പര്യമില്ല. ആ ചക്രവർത്തി യഥാർത്ഥത്തിൽ യാവോ മെങ്ങിനെ ഒന്ന് പരീക്ഷിക്കുന്നതാണ്. തന്റെ കുടുംബത്തിലെ അടുത്ത താരോധീയമായ ആ പെൺകുട്ടിക്ക് ശരിക്കും കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ആ ചക്രവർത്തിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അയാൾ കിട്ടിയ അവസരത്തിൽ യാവോ മെങ്ങിനെ ഒന്ന് വിലയിരുത്തി നോക്കുന്നത്. ഏകദേശം ഒരു 7-8 മിനിറ്റ് ആ ഫൈറ്റ് നീണ്ടുനിന്ന് കാണും. അത് കഴിഞ്ഞതും രണ്ടുപേരും ആ ഫൈറ്റ് നിർത്തി. തിരിച്ച് രണ്ടുപേരും മാർക്കിനടുത്തേക്ക് വരുമ്പോൾ യാവോ മാർക്കിനോട് പറഞ്ഞു പോവുകയാണ്, താങ്ക് യു മാർക്ക്, താങ്ക് യു. ഞാൻ സ്വപ്നത്തിൽ പോലും ഈ ഒരു അവസരം എനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. യാവോ മെങ് പറയുന്ന കാര്യം വാസ്തവമാണ്. അവരുടെ യാവോ കുടുംബത്തിന്റെ ഇമ്പീരിയൽ ചക്രവർത്തിയുമായിട്ട് നേർക്കുനേർ ഫൈറ്റ് ചെയ്യാൻ അവൾക്ക് എങ്ങനെയാ കഴിയുക? ആ ചക്രവർത്തി മരണമടഞ്ഞത് കാലങ്ങൾക്ക് മുന്നെയാണ്. ആ ചക്രവർത്തിയുടെ ആ ഡെഡ് ബോഡി യാവോ കുടുംബം വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ ഡെഡ് ബോഡി അവർ യഥാർത്ഥത്തിൽ ഒരു ആയുധമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ മാർക്ക് ഇവിടെ ആ ആയുധത്തിന് ജീവൻ മടക്കി കൊടുത്തിരിക്കുകയാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസും ആ ബോഡിയിൽ അവശേഷിച്ചിരുന്ന യാവോ ചക്രവർത്തിയുടെ ആ ഡിവൈൻ സെൻസും കൂട്ടിക്കലർത്തി ആ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിക്ക് ഒരു ലൈഫ് ഉണ്ടാക്കിയിരിക്കുകയാണ്. വളരെ നേർത്ത അളവിലാണെങ്കിലും അത് ആ ബോഡിയിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. യാവോ മെങ്ങുമായി ഫൈറ്റ് ചെയ്ത ആ ചക്രവർത്തിയുടെ മുഖത്ത് ശരിക്കൊരു അഭിമാനമുണ്ട്. അയാളുടെ കുടുംബത്തിൽ ഇതാ അതിശക്തയായ ഒരു യോദ്ധാവ് ഉണ്ടായിരിക്കുന്നു. ട്രാൻസെൻഡിങ് സ്റ്റേജിന്റെ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന ആ യാവോ മെങ് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകുമെന്ന് ഒരു പ്രതീക്ഷ ആ ചക്രവർത്തിക്ക് ഉണ്ടെന്ന് വ്യക്തമാണ്. മാർക്ക് ഫെല്ലറെ അനുസരിച്ച് മാർക്കിന്റെ പുറകിൽ കൈകിട്ടി ആ ചക്രവർത്തി വീണ്ടും അങ്ങനെ നിന്നു തുടങ്ങിയതും യാവോ മെങ്ങും ജിയാങ് ഹിയും മാർക്കും ആ ടേബിളിന്റെ ചുറ്റുമായിരുന്നു. വന്ന അതിഥികൾക്ക് ചായ മാർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വളരെ ശ്രദ്ധിക്കണം, അത് പറയാനായിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത്. അങ്ങനെ ജിയാങ് ഹി പറഞ്ഞതും യാവോ മെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കും അതാണ് പറയാനുള്ളത്. എൻ്റെ കുടുംബത്തിൽ മാർക്ക് നിനക്കെതിരായി ചർച്ച നടക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്താണല്ലോ ഈ ഇമ്മോർട്ടൽ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയാണ് നീ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ യാവോ കുടുംബത്തിലെ അനവധി ആളുകളെ നീ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നിനക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റിന് അവർ ഒരു ശ്രമം നടത്താൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല അവർ നടത്തുകയും ചെയ്യും. മാർക്ക്, നീ ശ്രദ്ധിക്കണം. അങ്ങനെ യാവമെങ് വിശദമാക്കിയതും ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ജിയാങ് കുടുംബത്തിനകത്തും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾ നിനക്കെതിരാണെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ. ജിയാങ് കുടുംബത്തിനകത്ത് നടക്കുന്ന ചർച്ചകൾ പുറത്ത് മറ്റൊരാളോട് പറയാൻ പാടില്ല. അത് ആ ജിയാങ് കുടുംബത്തിന്റെ പ്രധാന വക്താക്കളിൽ ഒരാളായ ജിയാങ് ഹിക്ക് നന്നായിട്ട് അറിയാം. മാർക്ക് അയാളുടെ സുഹൃത്താണ്. എന്നാലും എല്ലാ രഹസ്യങ്ങളും മാർക്കിനോട് പറഞ്ഞാൽ അത് ജിയാങ് കുടുംബത്തെ അയാൾ ചതിക്കും പോലെയാവും. പക്ഷേ മാർക്ക് സുഹൃത്തായതുകൊണ്ട് തന്നെ മാർക്കിന് ഒരു വാണിംഗ് കൊടുക്കേണ്ട ആവശ്യകത ജിയാങ് ഹിക്ക് അറിയാം. അതുകൊണ്ടാണ് ജിയാങ് ഹി യാവോ മെങ്ങിനൊപ്പം അവിടെ എത്തി ആ കാര്യങ്ങളൊക്കെ പങ്കുവച്ചത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാങ് മാങ് അവിടേക്ക് വന്നു. അതുപോലെ ജൂ. ഷാങ് മാങ്ങിന് ഒരുപാട് പരിചയമുള്ള വ്യക്തിയാണ് യാവോ മെങ്. ഷാങ് മാങ്ങിനെ കണ്ടപ്പോൾ യാവോ മെങ്ങിനും വല്ലാത്ത സന്തോഷം. പൈറോയിൽ അവരെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നവരാണല്ലോ. ഷാങ് മാങ് ശരിക്കും അന്ന് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ഭാഗമായ യാവോ മെങ്ങിനെ ഉൾപ്പെടെ എല്ലാവരെയും നേരിടാൻ തയ്യാറായ വ്യക്തിയാണ്. പക്ഷേ യാവോ മെങ് എപ്പോഴും ഷാങ് മാങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ കാര്യങ്ങളൊക്കെ അവരോട് പങ്കുവച്ചു. ജൂ അവരുടെ ആ സൗഹൃദത്തിന്റെ ഭാഗമായപ്പോൾ അവസാനം യാവോ മെങ്ങും ജിയാങ് ഹിയും മാർക്കിനോട് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് അവരോട് യാത്ര പറഞ്ഞിറങ്ങി. അവരെ പോയി കഴിഞ്ഞ് അധികം നേരം കഴിയുമ്പോൾ മാർക്കിന് ഒരു സന്ദേശം വന്നു. എർത്തൻ പീക്കിലേക്ക് അതിവേഗം എത്താനുള്ള സന്ദേശമാണ് മാർക്കിന് കിട്ടിയത്. മാർക്കും ഷാങ് മാങ്ങും ജൂവും ഉടനെ എർത്തൻ പീക്കിലെത്തി. എങ്ങോട്ട് നോക്കിയാലും മണ്ണ് മാത്രം കാണുന്ന ഒരു പീക്ക്. അതുകൊണ്ടാണ് അതിനെ എർത്തൺ പീക്ക് എന്ന് വിളിക്കുന്നത്. ആ പീക്കിന് മുകളിൽ ഒരു കൂറ്റൻ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടേക്ക് എത്തിയ മാർക്കിന് ആദ്യം ബോധ്യപ്പെട്ടത് ആ കാര്യമാണ്. എർത്തൺ പീക്കിൽ മാർക്ക് എത്തുമ്പോൾ അവിടെ ഡീലിയും ഫ്ലവർ ഗ്രാനിയും ഉണ്ട്. മാർക്കിനെ കണ്ടതും അവർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവിടെ ആ പർഗേറ്ററിയിൽ ഉണ്ടായിരുന്ന 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെയും പൂർവികർ അതാത് കുടുംബങ്ങളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ തണ്ടർ കോർട്ട്യാർഡിന്റെ ആളുകളും ഇവിടേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ മാർക്കിനോട് ഡീലിയും ഫ്ലവർ ഗ്രാനിയും പറയുമ്പോഴേക്കും അവിടെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഒന്ന് മിന്നി. അടുത്ത പക്ഷത്തിൽ അതിൽ നിന്ന് 3-4 ആളുകൾ പുറത്തേക്ക് ഇറങ്ങി. വന്ന ആളുകളെ കണ്ടതും ഡീലിയും ഫ്ലവർ ഗ്രാനിയും ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരും ആ വന്ന ആളുകളെ കണ്ട് തൊഴുകയാണ്. തണ്ടർ കോർട്ട്യാർഡിലെ ഡീൻലിയുടെ ലീ കുടുംബവും ഫ്ലവർ ഗ്രാനിയുടെ ആ ഹൈന കുടുംബവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഹൈന കുടുംബത്തിലെ ആളുകളും ലീ കുടുംബത്തിലെ ആളുകളുമാണ് അവിടെ വന്നത്. ഹൈന കുടുംബത്തിലെ ഒരു സൂപ്പർ ലേഡിയാണ് അവിടേക്ക് വന്ന ഒരാൾ. ആ ലേഡിക്കൊപ്പം ഒരു ചെറുപ്പക്കാരനുമുണ്ട്. ആ ലേഡിയുടെ മകനാണത്. ഫ്ലവർ ഗ്രാനി അവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊപ്പം വന്ന ബാക്കി 2 ആളുകൾ ഡീലിയോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഒന്ന് അനങ്ങി. വീണ്ടും 2-3 ആളുകൾ വന്നു. പുതിയ ആളുകൾ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഏകദേശം 22 ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. വരുന്ന ഓരോരുത്തരും അതിശക്തരാണെന്ന് അവരുടെ ഓറ കാണുന്ന ആർക്കും മനസ്സിലാവും. വന്ന എല്ലാവരും ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാക്കളാണ്. ഇവിടെ ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും സെക്കൻഡ് ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിൽ എത്തിയിട്ടേ ഉള്ളൂ. അവർ രണ്ടുപേരും 3rd ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഹോളി റീജിയനിൽ ടിയാൻഷി ബ്ലാക്കും അതുപോലെ ഷീ ലീമാനും സെക്കൻഡ് ലെവലിൽ കടന്നിട്ടുണ്ട്. 3rd ലെവലിലേക്ക് അവിടെ കടന്നിരിക്കുന്നത് സക്ഷൽ ടെങ് സിന്നർ മാത്രമാണ്. ബാക്കിയുള്ള സൂപ്പർ യോദ്ധാക്കളൊക്കെ സെക്കൻഡ് ലെവൽ ട്രിബുലേഷനിലേക്കും ഫസ്റ്റ് ലെവൽ ട്രിബുലേഷനിലേക്കും എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോ എത്തിയിരിക്കുന്ന തണ്ടർ കോർട്ട്യാർഡിലെ ആ സീനിയേഴ്സ് എല്ലാം സെക്കൻഡ് ലെവലിന് മുകളിലുള്ള ആളുകളാണ്. വൈകുന്നേരം ആയപ്പോൾ എല്ലാ ആളുകളും എത്തിക്കഴിഞ്ഞു. ആ 22 ആളുകൾക്ക് മുന്നിലായി ഡീലിയും ഫ്ലവർ ഗ്രാനിയും പിന്നെ മറ്റ് പീക്കുകളിലെ പീക്ക് മാസ്റ്റേഴ്സും മിടുക്കരായ യോദ്ധാക്കളും ഒക്കെ അണിനിരുന്നപ്പോൾ വന്ന ആളുകളിൽ ലീ കുടുംബത്തിനെ പ്രതിനിധീകരിക്കുന്ന ആള് ഉറക്കെ സംസാരിച്ചു തുടങ്ങി. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ ഈ തണ്ടർ കോർട്ട്യാർഡിന്റെ ഡീനിന് നല്ല പവർ ഉണ്ടാകുമെന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷേ ഇവന് ഇപ്പോ സെക്കൻഡ് ലെവൽ ട്രിബുലേഷൻ വരെ എത്താൻ പറ്റിയിട്ടുള്ളൂ. അതെന്തായാലും മോശമാണ്. നമ്മുടെ ശക്തി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഡീമൺ റൈസും ആ മോൺസ്റ്റർ റൈസും അതുപോലെ ഗോസ്റ്റ് റൈസും ഒന്നിച്ചു ചേർന്ന് ഹ്യൂമൻ റൈസിനെ ആക്രമിക്കുമ്പോൾ നമ്മൾ തണ്ടർ കോർട്ട്യാർഡ് അവസാനിച്ചു പോകും. അത് സംഭവിക്കാതിരിക്കാനാണ് ഞങ്ങൾ പർഗേറ്ററിയിൽ നിന്ന് ഇവിടേക്ക് വന്നത്. പർഗേറ്ററിയിൽ അവരെ ഇത്രയും കാലം അങ്ങനെ കഴിയുകയായിരുന്നുള്ള കാര്യം അത് കേട്ടപ്പോഴാണ് മാർക്കിന് മനസ്സിലാകുന്നത്. അവിടെ 9th ലെവൽ പർഗേറ്ററിയിൽ അവരെല്ലാം ഉണ്ടായിരുന്നു. മാർക്ക് അവരെ ആരെയും കണ്ടിരുന്നില്ല എന്നാണ് സത്യം. മാർക്ക് ആ 9th ലെവൽ പർഗേറ്ററിയിലേക്ക് പോയത് ആ വെർമീലിൻ ബേർഡിന്റെ രക്തം അന്വേഷിച്ചാണ്. ആ രക്തമാണ് ജൂവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. ആ രംഗങ്ങളൊക്കെ മാർക്ക് ഫെല്ലറുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ സംസാരിക്കുന്ന വ്യക്തി ഡീലിയെ നോക്കി ഉറക്കെ ചോദിച്ചു, ആരാ ഈ മാർക്ക് ഫെല്ലർ?
അങ്ങനെ ആ ചോദ്യം ഉയർന്നതും ഡീൻലി മാർക്ക് ഫെൽഡെ നേരെ നോക്കി. ഡീൻലി മാത്രമല്ല, ബാക്കിയുള്ള മുഴുവൻ ആളുകളും മാർക്ക് ഫെൽഡെ നേരെ നോക്കിയാണ്. മാർക്ക് പെട്ടെന്ന് മുന്നോട്ട് കയറി. സീനിയർ, ഞാനാണ് മാർക്ക് ഫെല്ലർ. ശരി, മാർക്ക് ഫെല്ലർ, നീ തണ്ടർ കോർട്ട്യാർഡിൽ അംഗമായതിനു ശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെന്ന് ഞാൻ അറിഞ്ഞു. നീ ആ ജി കുടുംബത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും ഞാൻ അറിഞ്ഞു. അത് സാരമില്ല, പക്ഷെ ആ ജി കുടുംബത്തിൽ നിന്ന് നീ നേടിയ സാധനങ്ങളൊക്കെ നീ തണ്ടർ കോർട്ട്യാർഡിന് കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ ആ ലീഡർ ചോദിച്ചതും ഡീൻലി പെട്ടെന്ന് ഇടയ്ക്കേറി അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, മാർക്ക് മുഴുവൻ സാധനങ്ങളും എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ പകുതി തിരിച്ച് മാർക്കിനെ കൊടുത്തിട്ട് ബാക്കി പകുതി മാത്രം ഇവിടേക്ക് എടുത്തു. അതല്ലല്ലോ ഡീൻലി വേണ്ടത്, മുഴുവൻ സാധനങ്ങളും ഇവിടേക്ക് എടുക്കേണ്ടതല്ലേ? അങ്ങനെ ഡീൻലിയോട് ആ വ്യക്തി പറഞ്ഞതും മാർക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, സീനിയർ പറഞ്ഞതാണ് ശരി, ഞാൻ മുഴുവൻ സാധനങ്ങളും ഇവിടേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ആ ജി കുടുംബത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ചാങ് മാങ്ങിനെയും ജൂവിനെയും കൊണ്ട് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിച്ചു. ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ അവിടേക്ക് എടുത്തു വെച്ചപ്പോ ഫ്ലവർ ഗ്രാനിയുടെ കുടുംബത്തിലെ കാർണറുടെ മകൻ ഉറക്കെ മാർക്കോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ഇനിയും സാധനങ്ങൾ ഉണ്ടല്ലോ, നിന്റെ കയ്യിലെ ആ ബ്രേസ്ലെറ്റ് അത് നീ എന്താ ഇവിടേക്ക് എടുത്തു വെക്കാത്തത്? മാർക്ക് സംസാരിച്ചപ്പോ മാർക്കിന്റെ കയ്യിലെ ആ ബ്രേസ്ലെറ്റ് എല്ലാവർക്കും കാണാം. ആ ബ്രേസ്ലെറ്റ് 5 ചക്രവർത്തിമാരുടെ മുദ്രകൾ ആഗിരണം ചെയ്ത ബ്രേസ്ലെറ്റ് ആണ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അത് വേണ്ട, അത് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ ഡിവൈൻ ഐയുമായിട്ടും ഗോസ്റ്റ് സോഡുമായിട്ടും കണക്റ്റഡ് ആണ്. അതിനെ നമുക്ക് വേർപിരിക്കാൻ പറ്റില്ല. ആ സംസാരിക്കുന്ന വ്യക്തിക്ക് കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടെന്ന് ഒരു തോന്നൽ ആ മറുപടി വിളിച്ചു പറഞ്ഞു. ആ സംഭാഷണത്തിന് അവസാനം മാർക്ക് ഫെല്ലറും ടീമും അവിടെ നിന്ന് അവരുടെ മുറിയിലേക്ക് മടങ്ങി. മുറിയിലെത്തുമ്പോൾ ജൂവും ചാങ് മാങ്ങും തികച്ചും അക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി. ഇടയ്ക്ക് അവര് നടക്കുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. രണ്ടുപേരും വല്ലാത്ത ദേഷ്യത്തിലാണ്. അവിടെ ആ തണ്ടർ കോർട്ട്യാർഡിന്റെ സീനിയേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു കൊള്ളയാണ്. മാർക്ക് പാടുപെട്ട് നേടിയ സാധനങ്ങളൊക്കെ ആ ടീം കൊള്ളയടിച്ചിരിക്കുകയാണ്. മാർക്കിനും അതറിയാം. പക്ഷെ മാർക്ക് ഡീൻലിക്കും അതുപോലെ ഫ്ലവർ ഗ്രാനിക്കും ഒരു മുഖം കൊടുക്കാൻ വേണ്ടി മാത്രമായി ആ കാര്യങ്ങളിൽ ഇടപെടാത്തതാണ്. മാർക്ക് ചാങ് മാങ്ങിനോടും ജൂവിനോടായി പറഞ്ഞു, ആ വിഷയം വിട്ടേക്ക്. അങ്ങനെ മാർക്ക് അവരോട് സംസാരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഡീൻലിയും അതുപോലെ ഫ്ലവർ ഗ്രാനിയും ആ മീറ്റിങ്ങിലുണ്ട്. വന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ ഏകദേശം 30 ആയിരിക്കുകയാണ്. ആ 30 ആളുകളും ഡീൻലിയെയും ഫ്ലവർ ഗ്രാനിയും വളഞ്ഞു വെച്ച് സംസാരിക്കുകയാണ്. സംസാരിക്കുന്നത് മുഴുവൻ ഒരൊറ്റ പോയിന്റിനെ കുറിച്ചാണ്. മാർക്ക് ഫെല്ലറുടെ കയ്യിലുള്ള ആ അമൂല്യമായ സാധനങ്ങളൊക്കെ തണ്ടർ കോർട്ട്യാർഡിലേക്ക് പിടിച്ചെടുക്കണം. അങ്ങനെ ആൾക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതും ഡീൻലി അവരോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരാളാണ്. ഡീൻലി, നിങ്ങൾ ഈ പറയുന്നത് അങ്ങനെ ശരിയാകത്തില്ലല്ലോ. ആ ചെറുപ്പക്കാരനാണ് വീണ്ടും സംസാരിക്കുന്നത്. ആ മാർക്ക് ആ ഹോളി റീജിയനിലെ എല്ലാ ആളുകളെയും എതിരാളികളാക്കിയില്ലേ? ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളും അവനെ കിട്ടിയാൽ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുകയില്ലേ? ആ ശൈലിയുള്ള ഒരാളെ നമ്മളിവിടെ ഈ തണ്ടർ കോർട്ട്യാർഡിൽ പ്രൊട്ടക്ട് ചെയ്തത് എങ്ങനെ ശരിയാകും? അത് നമ്മളെ കൂടി ബാധിക്കില്ലേ? നമുക്കവനെ കൊന്നിട്ട് അവന്റെ കയ്യിരിക്കുന്ന ആ അമൂല്യ വസ്തുക്കൾ സ്വന്തമാക്കുന്നില്ലേ അത് ശരി? ഫ്ലവർ ഗ്രാനിയുടെ ബന്ധു കൂടിയായ ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഫ്ലവർ ഗ്രാനിക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. പക്ഷെ എന്തുകൊണ്ടോ അവന്റെ അമ്മ അവൻ പറഞ്ഞ ആ വിഷയത്തിൽ ഒരു എതിർപ്പും കാണിച്ചില്ല. അവന്റെ മൈൻഡ് സെറ്റാണ് ബാക്കിയുള്ളവർക്കൊന്നും ഏതാണ്ട് വ്യക്തമായതും ഡീൻലി അവരോടായി പറഞ്ഞു, നോക്ക്, മാർക്ക് ഒരു സാധാരണ മനുഷ്യനല്ല. മാർക്ക് സ്വയം നേടിയ കാര്യങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത്. അത് മാത്രമല്ല, മാർക്ക് ഫെല്ലറുടെ പിതാവ് ഗാർഡിയനാണ്. അത് കേട്ടതും ആ ലീ കുടുംബത്തിന്റെ സീനിയർ ഡീൻലിയോട് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. അവന്റെ പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നീ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടായേനെ. എനിക്കിപ്പോഴും ആ ഗാർഡിയന്റെ അവശേഷിക്കുന്ന ഡിവൈൻ സെൻസിന്റെ സാന്നിധ്യം അറിയാൻ പറ്റുന്നുണ്ട്. എത്ര വിദൂരതയിലാണെങ്കിലും അയാളുടെ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഗാർഡിയൻ ഏതാണ്ട് അവസാനിക്കാറായിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഗാർഡിയനെ കുറിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ വേണ്ടത് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ സാമഗ്രികളാണ്. അവന്റെ കയ്യിൽ ആ ഗോസ്റ്റ് സോഡും ഈവിൾ ഐയും അതുപോലെ ആ എംപറേഴ്സ് സ്റ്റാറുമുണ്ട്. അത് ഒരു ഐറ്റം. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ ആ ജി കുടുംബത്തിന്റെ അമൂല്യമായ ആ വാളുണ്ട്. പിന്നെയും അവന്റെ കയ്യിൽ പലതുമുണ്ട്. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടി, യാവോ കുടുംബത്തിന്റെ ഇമോട്ടൽ ചക്രവർത്തി, അങ്ങനെ പലതും. ഇതെല്ലാം അമൂല്യങ്ങളാണ്.
ഇതൊക്കെ അവൻ അങ്ങനെ സ്വന്തമാക്കി വെക്കുന്നത് നമുക്കിങ്ങനെ അനുവദിക്കാൻ പറ്റും? അതൊക്കെ ഇവിടെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടതല്ലേ? എല്ലാവർക്കും അതിന്റെ ശക്തി കിട്ടേണ്ടതല്ലേ? ഒരാളുടെ കയ്യിൽ അതങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. ഡീൻലി, നീ ഒരു കാര്യം ചെയ്യും, നീ മാർക്കിനെ ഇവിടേക്ക് വിളിപ്പിക്കും, നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യും. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ഏതാണ്ട് പെട്ടതുപോലെയായി. പെട്ടെന്ന് ഫ്ലവർ ഗ്രാനി പറഞ്ഞു, നോക്ക്, ഞാനിപ്പോ മാർക്കിനോട് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് ഫ്ലവർ ഗ്രാനി അവരുടെ ഒരു ശിഷ്യയോട് മാർക്കിനോട് പറയാനായി ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുമ്പോൾ ഫ്ലവർ ഗ്രാനിയുടെ ബന്ധു കൂടിയായ ആ ചെറുപ്പക്കാരൻ ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, ഞാനിപ്പോ നേരിട്ട് ചെന്ന് മാർക്കിനോട് പറയാമല്ലോ. അടുത്ത നിമിഷത്തിൽ അയാൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങളൊന്നും ഡീമൺ സ്ലെയിങ് പീക്കിലുള്ള മാർക്കിനൊപ്പമുള്ള ആളുകളോ അറിയുന്നില്ല. ആ സ്ഥലത്തേക്ക് ഫ്ലവർ ഗ്രാനിയുടെ ബന്ധുവായ ആ ചെറുപ്പക്കാരൻ എത്തി. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസവും വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെററുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.